ഒരു മുസ്ലിമായ മനുഷ്യൻ ഫിഖ്ഹിന്റെ കിതാബുകളിൽ മുഴുവനും മുസ്ലിം എന്നാണ് പരാമർശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുബ്തദി ആണെങ്കിൽ പോലും അയാളുടെ മയ്യത്ത് കുളിപ്പിക്കൽ, മയ്യത്ത് നിസ്കരിക്കൽ, അയാളെ മറവ് ചെയ്യൽ ഇത് സാമൂഹിക ബാധ്യതയാണ്. അയാൾ മുബ്തദി ആണെങ്കിൽ പോലും അയാൾ മുസ്ലിമാണ്. മുസ്ലിം എന്ന് പറഞ്ഞതിന്റെ പരിധിയിൽ പെടുന്ന ആളുകൾക്ക് മുഴുവനും ഇത് ബാധകമാണ്. വിവരമില്ലാത്തതിന്റെ പേരിൽ ചില ആളുകളൊക്കെ ഇതിനെ ഇഷ്യൂ ആക്കാൻ ശ്രമിക്കാറുണ്ട്. ഫിഖ്ഹിന്റെ കിതാബുകളിൽ മുഴുവനും ഫർള് കിഫായായ കാര്യമായി എണ്ണി പറഞ്ഞത് മുസ്ലിമല്ലാത്ത, ഷഹീദല്ലാത്ത മുഴുവൻ മുസ്ലിമീങ്ങളുടെയും വസ്ലുൽ മയ്യിത്തി ഗൈരി ഷഹീദി, ഷഹീദല്ലാത്ത മുസ്ലിമായ മയ്യത്തിനെ കുളിപ്പിക്കലും വതക്ഫീനുഹു കഫൻ ചെയ്യലും വസ്വലാത്തു അലൈഹി അവന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കലും വഹംലുഹു വദഫ്നുഹു അവനെ കൊണ്ടുപോകലും മറവ് ചെയ്യലും മിൻ ഫുറൂദിൽ കിഫായ സാമൂഹിക ബാധ്യതയിൽപ്പെട്ടതാണ്, നിർബന്ധമാണ്. ആരെങ്കിലും ഒരാളത് ചെയ്താൽ സമുദായം അതിൽ നിന്ന്, ആ നാട്ടുകാർ മുഴുവൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു, കുറ്റത്തിൽ നിന്ന്. ആരും അത് ചെയ്തില്ലെങ്കിൽ ആ നാട്ടുകാർ മുഴുവനും അതിന്റെ പേരിൽ കുറ്റക്കാരാവുകയും ചെയ്യും. അമ്മ ഷഹീദു ഫഇന്നമാ യജിബു തക്ഫീനുഹു വദഫ്നുഹു. അപ്പൊ ഷഹീദായ ആളെ, അയാളുടെ മയ്യത്ത് കഫൻ ചെയ്യലും മറവ് ചെയ്യലും നിർബന്ധമാണ്, ഫർള് കിഫയാണ്. അയാളുടെ മയ്യത്ത് കുളിപ്പിക്കൽ പാടില്ലാത്തതാണ്, ഹറാമാണ്. ഷഹീദിന്റെ മയ്യത്ത് വയഹ്റുമു വസ്ലുഹു വസ്വലാത്തു അലൈഹി, ഷഹീദിന്റെ മയ്യത്ത് കുളിപ്പിക്കലും നിസ്കരിക്കലും ഹറാമാണ്. ഇനി നമ്മള് ഇവിടെ മയ്യത്ത് കുളിപ്പിക്കലും മറവ് ചെയ്യലൊക്കെ ഫർള് കിഫായായ കാര്യമാണെന്ന് പറയുമ്പോൾ ഇനി ഇവിടെ ഉള്ളത് പ്രസവ സംബന്ധമായി പ്രസവിക്കുന്ന സമയത്തുള്ള കുട്ടി, അത് ജീവനില്ലാത്ത കുട്ടി അല്ലെ, അതേപോലെ തന്നെ ചിലപ്പോൾ ജീവൻ ഉണ്ടാവും, ആ സമയത്ത് പെട്ടെന്ന് മരിച്ചു പോകുന്ന കുട്ടി, അതേപോലെ തികയാതെ പ്രസവിക്കപ്പെട്ട കുട്ടി, ഇവരൊക്കെ എന്താ ചെയ്യാന്നാ? ഇതറിയാത്ത ഒരുപാട് ആളുകൾ അന്താളിച്ചു നിൽക്കാറുണ്ട്. ന്യൂ ജനറേഷൻ എല്ലാ കാര്യത്തിലും ഉഷാറാണ്. പക്ഷെ വീട്ടിലൊരാള്, ആരെങ്കിലും ഒരാള് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഓൾഡ് ജനറേഷനാണ് അവരുടെ ആശ്രയം. കാരണം ന്യൂ ജനറേഷൻ അപ്പോഴും ഇത് ഫോട്ടോ എടുക്കാനേ അറിയുള്ളൂ, എന്തറിയില്ല, ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല. അപ്പൊ അവർക്കും ഓൾഡ് ജനറേഷനെ തന്നെ വേണ്ടി വരും. ഇതെല്ലാവരും അറിയലും പഠിക്കലും അത്യാവശ്യമായ കാര്യവുമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രസവിക്കപ്പെടുന്ന ആള് ഇൻ വഹറത് അലൈഹി അമാറത്തുൽ ഹയാത്തി, പ്രസവിക്കപ്പെടുന്ന കുട്ടിയിൽ ജീവന്റെ അടയാളമുണ്ടെങ്കിൽ വജബ കുല്ലു മാ ദുകിറ, ഈ പറഞ്ഞതൊക്കെ അതിന് നിർബന്ധമാണ്. എന്ത്? അതിനെ മറവിച്ചു കേൾക്കുക, കുളിപ്പിക്കലും കഫൻ ചെയ്യലും മയ്യത്ത് നിസ്കരിക്കലൊക്കെ നിർബന്ധമാണ്. ഈ കുട്ടി ജീവനുണ്ടെങ്കിൽ, പ്രസവിക്കപ്പെട്ട സമയത്ത് ജീവനുണ്ടെങ്കിൽ. ജീവനില്ല, പക്ഷേ സൃഷ്ടിപ്പ് അത് മനുഷ്യന്റെ രൂപത്തിലായിട്ടുണ്ട്. എപ്പോഴാ സൃഷ്ടിപ്പ് പൂർണ്ണമാകുന്നത്? റൂഹ കൊടുക്കലോടുകൂടെ എന്ന് പറഞ്ഞാൽ 120 ദിവസം, 4 മാസം. അപ്പൊ 4 മാസത്തിന് ശേഷം പ്രസവിക്കപ്പെട്ട കുട്ടിയാണെങ്കിൽ അതിന് സൃഷ്ടിപ്പിന്റെ അടയാളങ്ങൾ, സൃഷ്ടിപ്പ് പൂർണ്ണമായിട്ടുണ്ട് എങ്കിൽ, അതായത് 4 മാസത്തിന്, ഫുഖഹാ പറഞ്ഞത് അങ്ങനെയാണ്, 4 മാസത്തിന് ശേഷം പ്രസവിക്കപ്പെട്ട കുട്ടിയാണെങ്കിൽ വജബ മാ അദസ്വലാഹ്, നിസ്കാരല്ലാത്തതൊക്കെ നിർബന്ധമാണ്. ഇല്ലം യളഹർ സുന്ന സതുറുഹു വദഫ്നുഹു ബിലാ ഗുസ്ലിൻ, സൃഷ്ടിപ്പ് പൂർണ്ണമായിട്ടില്ലെങ്കിൽ 4 മാസത്തിന്റെ മുമ്പ് പ്രസവിക്കപ്പെട്ട കുട്ടിയാണെങ്കിൽ അതിനെ മറവ് ചെയ്യലും കഫൻ ചെയ്യലും മറക്കലും നിർബന്ധമാണ്, സുന്നത്താണ്, കുളിപ്പിക്കേണ്ടതില്ല. 3 വിഷയമാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, പ്രസവിക്കുന്ന സമയത്ത് 4 മാസം തികയുന്നതിന്റെ മുമ്പ് പ്രസവിക്കപ്പെട്ട കുട്ടി,
4 മാസത്തിന്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ ജീവൻ ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യണം? അതിനെ കഫൻ ചെയ്യാൻ മറക്കുക, അത്രേ ഉദ്ദേശമുള്ളൂ. സത്തർ, കഫനല്ല സത്തറാണ്. മറക്കുക, എന്തെങ്കിലും ശീല കൊണ്ടോ മറ്റോ മറച്ച് മറവ് ചെയ്യൽ സുന്നത്താണ്. കുളിപ്പിക്കേണ്ടതില്ല, നിസ്കരിക്കേണ്ടതുമില്ല. ആ സമയത്ത് അത് ഒരു ഇറച്ചി കഷ്ണം പോലൊക്കെ ആയിരിക്കും, വലിയ രൂപമൊന്നും ഉണ്ടാവില്ല. 4 മാസത്തിന് ശേഷം പ്രസവിക്കപ്പെട്ട കുട്ടിക്ക് ജീവനില്ല. 4 മാസത്തിന്റെ ശേഷമാകുമ്പോൾ പിന്നെ സൃഷ്ടിപ്പ് ഏകദേശം പൂർണ്ണമാണ്, ജീവനിടുന്ന സമയം കഴിഞ്ഞു. 4 മാസത്തിന്റെ ശേഷം പ്രസവിക്കപ്പെട്ട കുട്ടിയാണെങ്കിൽ ആ കുട്ടിയിൽ നിസ്കാരമല്ലാത്തതൊക്കെ നിർബന്ധമാണ്. പ്രസവിക്കുന്ന സമയത്ത് ജീവനില്ലെങ്കിൽ, പ്രസവിച്ച സമയത്ത് ജീവന്റെ അടയാളമുണ്ടെങ്കിലോ സാധാരണ എല്ലാവർക്കും നിർബന്ധമാകുന്നതൊക്കെ ആ കുട്ടിക്കും നിർബന്ധമാണ്. വ്യത്യാസം മനസ്സിലായില്ലേ? ആവർത്തിക്കണോ? വേണ്ട, ആവർത്തിക്കണ്ട. മനസ്സിലായില്ലേ? പ്രസവിക്കുന്നതിന്റെ മുമ്പ് 4 മാസത്തിന്റെ മുമ്പ് ഒരു കുട്ടിയെ പ്രസവിച്ചു. കുട്ടി എന്ന് പറയുന്നത് പോലും രൂപമായിട്ടുണ്ടാവില്ല. അപ്പോ എന്ന് പറഞ്ഞാൽ ജീവന്റെ തുടിപ്പ് ഉണ്ടാകുന്നതിന് മുമ്പ്, ജീവൻ ഇടുന്നതിന് മുമ്പ് പ്രസവിക്കപ്പെട്ടു എങ്കിൽ ആ കുട്ടിയെ പൊതിഞ്ഞ് കൊണ്ടുപോയി മറച്ച് കൊണ്ടുപോയി മറവ് ചെയ്യൽ സുന്നത്താണ്. നിസ്കരിക്കേണ്ടതില്ല, കുളിപ്പിക്കേണ്ടതില്ല. അപ്പൊ ഇതൊരു കുട്ടിയുടെ രൂപത്തൊക്കെ ആകെ വലിയ പ്രയാസമാണ്. 4 മാസം ആവുമ്പോഴാണ് ജീവനിടുക, റൂഹ് ഊതപ്പെടുന്നത്. 4 മാസത്തിന്റെ ശേഷം പ്രസവിക്കപ്പെടുന്ന കുട്ടി, അതിന് ജീവനില്ലാത്ത അവസ്ഥയിലാണ് ഈ പറയുന്നത്. പ്രസവിച്ച സമയത്ത് ജീവനില്ലാത്ത അവസ്ഥയിൽ 4 മാസത്തിന്റെ ശേഷം പ്രസവിക്കപ്പെട്ടതാണെങ്കിൽ നിസ്കാരമല്ലാത്തതൊക്കെ നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ കഫൻ ചെയ്യലും കുളിപ്പിക്കലും കഫൻ ചെയ്യലും നിർബന്ധമാണ്. നിസ്കരിക്കേണ്ടതില്ല, മറവ് ചെയ്യലും നിസ്കരിക്കേണ്ടതില്ല. ഇനി 4 മാസത്തിന് ശേഷം ആണല്ലോ ജീവൻ ഉണ്ടാവുക. പ്രസവിച്ച സമയത്ത് കുട്ടിക്ക് ജീവനുണ്ട് അറിയാലോ. ജീവനുണ്ടെങ്കിൽ അതറിയും. ജീവന്റെ അടയാളമുണ്ടെങ്കിൽ, ജീവനുണ്ടെങ്കിൽ എല്ലാവർക്കും നിർബന്ധമാക്കുക. ആ കുട്ടിക്കും കുളിപ്പിക്കൽ, കഫൻ ചെയ്യൽ, നിസ്കരിക്കൽ, മറവ് ചെയ്യൽ ഇതൊക്കെ നിർബന്ധവും ഫർള് കിഫായിയുമാണ്. അത്രയാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി സുന്നത്താണെന്ന് പറഞ്ഞത്, അതായത് അത് മുളഅത്തോ അലക്കത്തോ ഒക്കെ ആവാനാണ് സാധ്യത വരിക. എന്ന് പറഞ്ഞാൽ അതിനെ ഇനിയിപ്പോ നിങ്ങള് മറവ് ചെയ്തിട്ടില്ല എന്നുകൊണ്ട് എടുത്ത് എറിഞ്ഞ് തൊടുക്കനിട്ട് എറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മറവ് ചെയ്യലാണ് സുന്നത്ത്. ആ സമയത്ത് അത് എന്തായിരിക്കും? ഇറച്ചി കഷ്ണം പോലെ ആയിരിക്കും. സുന്നത്താന്നാണ്. പിന്നെ ഇതിനെന്താ പൊരിച്ചു നിന്നിട്ട് തോന്നിയോ? ഇനി ഇനി ജീവനുള്ള ആളുകളുടെ തന്നെ അവയവങ്ങൾ മുറിക്കപ്പെടും. അല്ലാഹു തആല കാക്കട്ടെ. ആ രീതിയിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് അല്ലാഹു നമ്മളെ സംരക്ഷിക്കട്ടെ. ജീവനുള്ള ആളുടെ അവയവം കയ്യോ കാലോ ഒക്കെ മുറിച്ചു, അതിനെന്താ ചെയ്യാ? അതിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഫയുസന്നു സത്റുഹു വദഫ്നുഹു ഫഖത്ത്. അതിനെ ആ കൈയാണെങ്കിലും കാലാണെങ്കിലും അത് മറക്കുകയും മറവ് ചെയ്യുകയും വേണം. അത് സുന്നത്താണ്. മറക്കുകയും മറവ് ചെയ്യുകയും ചെയ്യൽ സുന്നത്താണ്. അത് പറയാം. അപ്പൊ നഖം പോലെയുള്ളതാണെങ്കിൽ മറവ് ചെയ്താൽ മാത്രം മതി. നഖം പോലുള്ളതാണെങ്കിൽ അതിനെ കുഴിച്ചിട്ടാൽ മതി. മറവ് ചെയ്യാൻ കവർ കുത്തണമെന്ന് ആലോചിക്കല്ലേ. നഖം പോലുള്ളതൊക്കെയാണെങ്കിൽ അതെന്ത് ചെയ്യാ? കുഴിച്ചിടല് സുന്നത്താണ്. നന്നായി പറഞ്ഞു കേട്ടോ. ഫർള് കിഫായൊന്നുമല്ല, സുന്നത്താണ്. ഇവിടെ നമ്മൾ സാധാരണ ചെയ്താൽ മതി. ഇവിടെ അത് നടക്കുള്ളൂ. ഇവിടെ കുഴിച്ചിടാന്നുണ്ടെങ്കിൽ ചിലപ്പോ CID അപ്പുറത്ത് കൂടെ വരും. അതൊക്കെ സുന്നത്താണ്. ഇനി മനസ്സിലാക്കേണ്ടത് അൽ മയ്യിതു ബിജമീഇ അജ്സാഇഹി മുഹ്തറം. നമ്മൾ ആദ്യം പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വലുയ്യിന മഫാസിലഹു അല്ലേ. മയ്യത്തിന്റെ കെണിപ്പുകളൊക്കെ ലൂസാക്കണം എന്ന് പറഞ്ഞു.
മയ്യത്തിന്റെ കെണിപ്പുകളൊക്കെ അയവ് വരുത്തണം. എന്തിന്? കുളിപ്പിക്കാനുള്ള സൗകര്യത്തിന്. അതിന്റെ രൂപം നമ്മൾ പറഞ്ഞിരുന്നു, എങ്ങനെയാണ് ലൂസാക്കേണ്ടത് എന്നുള്ളൊരു രൂപം. ആ രൂപത്തിൽ തന്നെ ലൂസാക്കലാണ് ഏറ്റവും നല്ലത്. അതാണ് പ്രായോഗികമായ രീതി. മറ്റതൊക്കെ ചിലപ്പോ പൊട്ടും മുറിവൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളെ കയ്യിലൊക്കെ ഏൽപ്പിച്ചാൽ വാപ്പാനെ ഒടിച്ചു മുറിച്ചിട്ട് തരും. മനസ്സിലായോ? ഇതിന്റെ രൂപമൊന്നും ചിലപ്പോൾ പറഞ്ഞോണമെന്നില്ലല്ലോ. അപ്പോ മയ്യത്തിന്റെ എല്ലാ അവയവങ്ങളും മുഹ്തറമാണ്, ബഹുമാനിക്കപ്പെടേണ്ടതാണ്. ജീവനുള്ള ഒരാളുടെ ശരീരത്തിന് എത്രമാത്രം പരിഗണന ഉണ്ടോ ആ പരിഗണന ആർക്കും കൊടുക്കണം? മയ്യത്തിന്റെ ശരീരത്തിനും കൊടുക്കണം. അപ്പൊ അവയവദാനം വിഷയാണല്ലേ. അവയവദാനം ഹസ്തദാനം എന്ന് പറയുന്നത് പോലുള്ളൊരു ദാനം ആണെങ്കിൽ കുഴപ്പമില്ല. ഹസ്തദാനം ഉണ്ടല്ലോ, ഈ കയ്യാൽ കൊടുക്കല്ലോ. പക്ഷെ ഇത് അവയവം ഇപ്പോ പുതിയ തലമുറയിൽ അതൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. അവയവദാനം, ശരീരത്തിന്റെ ഭാഗങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ദാനം ചെയ്യാം, ഇഷ്ടദാനം. ഇസ്ലാം ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇസ്ലാം പ്രോത്സാഹിപ്പിക്കണില്ല. ഒന്ന്, ദാനം ചെയ്യുന്നത്, ഒറ്റൊരാൾക്ക് ഹദിയ കൊടുക്കുന്നത്, സ്വതക്ക കൊടുക്കുന്നത്, ദാനം ചെയ്യുന്നതൊക്കെ അവനാന്റെ വിൽക്കപ്പെട്ടതാവണ്ടേ. നമ്മളെ ശരീരം നമ്മളെ വിൽക്കപ്പെട്ടതാ. നമുക്ക് എന്തും വിൽക്കാൻ നമ്മുടെ ശരീരത്തിലുള്ളത്, എന്തധികാരമുള്ളത്? മാത്രമല്ല, മുസ്ലിമീങ്ങളുടെ കാഴ്ചപ്പാട് എന്നാലും ഇപ്പൊ ഈ പുതിയ തലമുറയിൽ അവയവദാനമൊക്കെ നമ്മൾ അത്ര നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമാണോ? പുതിയ തലമുറ ഈ നൂറ്റാണ്ടിൽ അല്ലേ, വൈദ്യശാസ്ത്രം ഇത്ര വിശാലമായ ഈ കാലഘട്ടത്ത് ഒരുപാട് ആളുകൾ അത് ചെയ്യുമ്പോ നമ്മൾ യാഥാസ്ഥിതികരായി മാറി നിൽക്കുകയാണോ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ മുസ്ലിമിന്റെ ജീവിതം കൊണ്ട് ലക്ഷ്യമുണ്ട്. മുസ്ലിമിന്റെ മരണം എന്ന് പറഞ്ഞാൽ അത് ഫാനിയല്ല, അവന്റെ ഫനാ അല്ല, അവന്റെ നാശമല്ല. മുസ്ലിമിന്റെ മരണം എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിന്റെ തുടക്കമാണ്, അല്ലെ? ഏറ്റവും ശാശ്വതമായ യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കമാണ് മുസ്ലിമിന്റെ മരണം എന്ന് പറയുന്നത്. ഈ ലോകത്തുനിന്ന്, നശ്വരമായ ലോകത്തുനിന്ന് ശാശ്വത ലോകത്തേക്കുള്ള ഒരു യാത്രയാണ്. ഇവിടുന്ന് നാട്ടിലേക്ക് ലീവിന് പോകാറുണ്ടല്ലോ, അല്ലേ? ലീവിന് പോകുന്ന ആളുകള് ഇവിടെ അവന്റെ ബെഡ് സ്പേസ് ഒന്നില്ലെങ്കിൽ പകരം വേറെ ആരെങ്കിലും വെക്കും, അല്ലെങ്കിൽ വേറെ അതിന് വാടക, ഇല്ലെങ്കിലും വാടക കൊടുത്തിട്ടേ പോവുള്ളൂ. ഇതിന് തിരിച്ചു വരണം, നമ്മുടെ ഉപയോഗം നടക്കണം. തിരിച്ചു വരാത്ത ഒരുത്തൻ, ഇങ്ങോട്ട് തിരിച്ചു വരണം എന്നില്ലാത്ത ഒരുത്തൻ, അവനിവിടെ ബെഡ് സ്പേസ് വേറെ ആരെങ്കിലും പകരത്തിന് നിർത്തുവോ? അവന്റെ പകരത്തിന് ഞാൻ വരുന്നത് വരെ എന്നുള്ളത് നിർത്തൂല. അവൻ ബെഡ് സ്പേസിന് വാടക കൊടുക്കൂല, അല്ലേ? ഇങ്ങോട്ട് വരണമെന്നില്ല, വരുന്നൊരു വിശ്വാസമല്ല. ആ ഒരു വ്യത്യാസമാണ് ഇവിടെ ഉള്ളത്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മരണത്തിന് ശേഷം ജീവിതം തുടങ്ങുകയാണ്. അവന്റെ അവയവങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്, അവന്റെ ജവാരിഹകൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. മാത്രമല്ല, അവന്റെ അവയവങ്ങൾ അവന്റെ ഉടമസ്ഥതയിലുള്ളതുമല്ല, അവനതിൽ അധികാരമില്ല. പിന്നെ എങ്ങനെ നിങ്ങളെ ഈ കേസിലുള്ള കാശ് എടുത്തിട്ട് ഞാൻ സ്വതക്ക ചെയ്യാം? അപ്പൊ വ്യാപകമായി ഇസ്ലാം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് വലിയൊരു ചർച്ചയാണ്. ആധുനിക നൂറ്റാണ്ടിൽ മനുഷ്യർ ചിന്തിച്ചു തുടങ്ങിയ അവയവദാനത്തെക്കുറിച്ച്, അതിന്റെ സാധ്യതകളെക്കുറിച്ച്, സാധുതയെക്കുറിച്ച് മഹാന്മാരായ ഫുഖഹാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചർച്ച നടത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെപ്പോലുള്ളവർ തന്റെ തുഹ്ഫയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരിക്കൽ എടവണ്ണ ഒരു സെമിനാർ നടന്നു. കോൺഗ്രസുകാരാണ് ആ സെമിനാർ നടത്തിയത്. അതിൽ ഒരു സ്വാമി, ഒരു അച്ഛൻ, ഒരു മുസ്ലിയാർ, ഇങ്ങനെ 3 ആളുകളാണ് പ്രതിനിധികൾ. അതിൽ മുസ്ലിയാരായിട്ട് ഞാനുള്ളത്, ഇസ്ലാമിനെ പ്രതിനിധീകരിച്ച് ഞാനുള്ളത്. വിഷയം അവയവദാനാണ്. സംഗതി ഒരാ പരിപാടി നടത്തിയ അവയവദാനത്തിനെ പ്രോത്സാഹിപ്പിക്കാനാണ്. അവയവദാനത്തിന്റെ ഗുണവശങ്ങൾ പറഞ്ഞു വിവരിച്ച് ആളുകൾ അതിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കലാണ് ഒരു ഉദ്ദേശം. ഓരോ ഉദ്ദേശം അതാന്ന് എഴുതിയിട്ട് നമുക്കത് പറയാൻ പറ്റുമോ? അവിടെ സംസാരിച്ച അച്ഛനും അവിടെ സംസാരിച്ച സ്വാമിക്കും ദൈവികമായ ചില കേവല സങ്കല്പങ്ങളേ ഉള്ളൂ. പരലോകത്തെക്കുറിച്ച്
അവർക്ക് അത്രേ കാഴ്ചപ്പാടുള്ളൂ. അതേമാതിരിയാണോ മുസ്ലിയാർ? അല്ലല്ലോ. നമുക്ക് ഇമാമിങ്ങൾ പറഞ്ഞു, ഒരു മുജാഹിദ് മൗലവി ഉണ്ടായിരുന്നു, വെറുപ്പിക്കേണ്ട ഇടവണ്ണയല്ലേ, വെറുപ്പിക്കേണ്ടെന്ന് കരുതി. അയാള്, ഞാൻ അന്വേഷിച്ചു അയാൾ എന്ത് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് മുമ്പ് പറഞ്ഞു. അല്ലാതെ അയാൾ പറയാ ഖുർആനിലോ ഹദീസിലോ ഒന്ന് തിരഞ്ഞാൽ കിട്ടുമോ? അവയവദാനത്തിനെ കുറിച്ചുള്ള ചർച്ച വന്നപ്പോ നമ്മൾ എടുത്തു നോക്കിയത് ഫിഖ്ഹി ഗ്രന്ഥങ്ങളാണ്. ഇമാമിങ്ങൾ എന്ത് പറഞ്ഞു ഈ വിഷയത്തിലെന്ന് മുജാഹിദ് മൗലവി എതിർത്താൻ നോക്കുക. ഒരു മദ്ഹബ് പറ്റുമോ? ഫിഖ്ഹ് ഗ്രന്ഥങ്ങളാണ് അംഗീകരിക്കാൻ പറ്റുമോ? ഖുർആനിലെ ആയത്ത് നോക്കി കണ്ടില്ല, ഹദീസ് നോക്കി ഹദീസിൽ അവയവദാനം ഉണ്ടോ? കണ്ടില്ല. ഇല്ല എന്നല്ല, കണ്ടില്ല. ഈ ഖുർആനെന്നും ഹദീസെന്നുമാണ് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളും ഇമാമിങ്ങളും ഈ വിഷയം പറഞ്ഞത്. പക്ഷെ ഇവൻ നോക്കിയാൽ കാണുമോ? എന്താ പറയാ, അവന്റെ പ്രസംഗം കേൾക്കണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്ത് പറയുന്ന അറിയാനൊരു താല്പര്യം. ഫിഖ്ഹി ഗ്രന്ഥങ്ങളാണ് ഉദ്ധരിക്കണമെന്നുണ്ടെങ്കിൽ കുടുങ്ങിയ ഫിഖ്ഹ് പറ്റൂലേ എന്ന് ചോദിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യം എന്നെ വിളിച്ചുപോയി. എനിക്കാണെങ്കിൽ വേറെ അവിടെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് കേൾക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ അന്വേഷിച്ചു, ഒരു സുഹൃത്തുണ്ടായിരുന്നു അവിടെ. അപ്പൊ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊക്കെ അത് ശരിയാണ്, അതിന് സപ്പോർട്ട് ചെയ്തു മൂപ്പരുന്നു. അത്രേ കഴിയുള്ളൂ, കഴിയില്ല. നമുക്ക് ഇമാമിങ്ങൾ വളരെ വിശാലമായിട്ട് ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. വ്യാപകമായുള്ള, ഞാനിപ്പോ ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കല്ല, വ്യാപകമായി അവയവദാനത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. രക്തദാനം അതിൽപ്പെട്ടതല്ല. രക്തദാനം അങ്ങനെയല്ല. രക്തം ദാനം ചെയ്യാന്ന് പറഞ്ഞാൽ രക്തം നശിച്ചു പോവല്ല. ആ ഒരു കയ്യ് ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവയവം, ഒരു കിഡ്നിയാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു കിഡ്നി അവിടെ ഉണ്ടാവുമോ? ഒരു കിഡ്നി പോയത് തന്നെയാണ്. പിന്നെ 2 കിഡ്നി വേണമെന്നില്ലല്ലോ, ഒരു കിഡ്നി പോരെ. നവീനന്ദന 2 കിഡ്നി ആയി തന്നെ അള്ളാഹു തആലയിൽ ഏറ്റവും വലിയ കാര്യമൊക്കെ. ഒരു കണ്ണുണ്ടായാലും മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാം. പക്ഷെ 2 കണ്ണുള്ളവന്റെ ഗുണം ഒരു കണ്ണുള്ളവന് കിട്ടുമോ? എന്തായാലും ഒറ്റക്കണ്ണനാന്നുള്ള പോരാത്തവനുണ്ടാവും. ആ പോരായ്മ ഒറ്റ കിഡ്നിക്കും ഉണ്ടാവും ആരോഗ്യപരമായി, ഒരു സംശയക്കാര്യത്തിലില്ല. ഇവ ഒന്നുണ്ടായാൽ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അള്ളാഹു തആല മനുഷ്യന് 2 സംവിധാനിച്ചിരിക്കുന്ന അതിൽ ഹിക്മത്തുണ്ട്. അതാണ് മുറിച്ച് ഓരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അത് വലിയ നാശത്തിലേക്ക് വരും. അവ വ്യാപകമായുള്ള അവയവദാനത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ കണ്ണിന്റെ എന്താ പറയാ, കോർണിയ അല്ലേ, അതേപോലുള്ള ചില അവയവങ്ങളുടെ ചില ഭാഗങ്ങൾ ദാനം ചെയ്യുന്നതിനെ കുറിച്ച് ഫുഖഹാ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ വിഷയം അതല്ലല്ലോ. അപ്പോ മയ്യത്തിന്റെ ശരീരം എന്ന് പറഞ്ഞാൽ അത് രക്തം പിന്നീടുണ്ടായിത്തീരും. രക്തം ഒരാൾക്ക് കൊടുക്കുക എന്നാണ്, ആ രക്തം അതിനേക്കാൾ ശുദ്ധിയായി പിന്നീടുണ്ടാവും. അത് ഇതിൽ പെടൂല. അപ്പൊ മനുഷ്യന്റെ മരിച്ചുപോയ ആളുടെ ശരീരം അൽ മയ്യിതു ബിജമീഇ അജ്സാഇഹി മുഹ്തറം, മയ്യത്തിന്റെ മുഴുവൻ ശരീരവും ശരീരഭാഗങ്ങളും മുഹ്തറമാണ്, ഒന്നിക്കപ്പെടേണ്ടതാണ്, ബഹുമാനിക്കപ്പെടേണ്ടതാണ്. ഫലാ യുഫഅലു ബിഹി ശൈഉൻ ഫീഹി, മയ്യത്തിന്റെ ശരീരാവയവങ്ങളെ ഒന്നും ചെയ്യാൻ പാടില്ല. അതിന്റെ ഹുർമത്തിനെ നശിപ്പിക്കുന്ന ഒന്നും അതുകൊണ്ട് ചെയ്യാൻ പാടില്ല. ഫയുക്റഹു അഖ്ദു ശൈഇൻ മിൻ ശഅരിഹി വളഫരിഹി ബിലാ ഹാജ, മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് അനാവശ്യമായി നഖം, മുടി പോലുള്ളവ എടുക്കുന്നത് കറാഹത്താണ്. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ പോലും മയ്യത്തിന്റെ മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുളിപ്പിച്ചതിന് ശേഷം വാർന്നു കൊടുക്കുമല്ലോ. മയ്യത്തിന്റെ മുടി കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ആ കഫൻപുടയിൽ വെക്കണം എന്നാണ്. വയഹ്റുമു ജറാഹതഹു ബിലാ ദറൂറ, അത്യാവശ്യമില്ലാതെ വെറുതെ മയ്യത്തിനെ കീറിമുറിക്കൽ, മയ്യത്തിന്റെ ശരീരം വ്രണപ്പെടുത്തൽ, മുറിപ്പെടുത്തൽ ഹറാമാണ്. അത്യാവശ്യമില്ലാതെ. വലൗ ബിൽ ഖത്നി, അത് മാർക്കം ചെയ്യലാണെങ്കിലും ശരി. മയ്യത്ത് മാർക്കം ചെയ്തിട്ടില്ല, ന്യൂ ജനറേഷനിൽ പെട്ട വാപ്പയാണ്. എന്തിനാപ്പ അതിന്റെ ആവശ്യം കരുതി കുട്ടിനെ ശരിയാക്കിയില്ല, മുറിച്ചില്ല. അല്ല, അങ്ങനെയൊക്കെ ആവാലോ. ഇവൻ മരിച്ചു, 10-25 വയസ്സായപ്പോ മരിച്ചു. കുളിപ്പിക്കാൻ നോക്കുമ്പോ മയ്യത്തിന്റെ ലിംഗത്തിന്റെ അഗ്രഭാഗം മാർക്കം ചെയ്യപ്പെട്ടിട്ടില്ല. ലിംഗാഗ്രഭാഗം മാർക്കം ചെയ്തിട്ടില്ലെങ്കിൽ 2 രീതിയിലുണ്ടാകും. ഒന്ന്, ചില ആളുകളുടെ തൊലി കൂടിയിട്ടുണ്ടാവും. അത് ചെറിയ കുട്ടികളുടെ കണ്ടാത്തന്നറിയാം. ചില ആളുകളുടെ തൊലി നീക്കാൻ കഴിയും.
മാർക്കം ചെയ്തിട്ടില്ലേലും തൊലി നീക്കാം. ഇതിന്റെ ഉൾഭാഗം നനയത് നിർബന്ധമാണ്. കുളിപ്പിക്കുമ്പോ കുളി പൂർണ്ണാകണേന്റെ ഉള്ളിൽ വെള്ളം കാരണം, അല്ലെങ്കിൽ കുളി പൂർണ്ണമാവില്ല. അപ്പൊ ഇവനെ മാർക്കം ചെയ്തിട്ടില്ല, ഇവന്റെ തൊലി നീക്കാൻ കഴിയില്ല. മരിച്ചു കഴിഞ്ഞ് തണുത്തു കഴിഞ്ഞാൽ ഇവനത് നീക്കാൻ തീരോട്ട് കഴിയൂല. ജീവിച്ചിരിക്കുമ്പോ പിന്നെയും കുറച്ചൊക്കെ കഴിയും, മരിച്ചു കഴിഞ്ഞാൽ അത് അനക്കാൻ കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യും? അതിനെ മുറിച്ചിട്ടാണ് കഴുകാന്നോ? പാടില്ല. അതൊരു അത്യാവശ്യ ഘട്ട അല്ലേ? അതൊരു ആവശ്യമുള്ള ഘട്ട. പക്ഷേ അതിന് ചെറിയൊരു പോം വഴിയുള്ളത് കൊണ്ട് അത് അത്യാവശ്യമാകുന്നില്ല. അതുകൊണ്ട് തന്നെ മയ്യത്ത് മാർക്കം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും മയ്യത്തിന്റെ കുളിപ്പിക്കാൻ വേണ്ടി മുറിക്കൽ, അവിടെ മുറിപ്പെടുത്തൽ ഹറാമാണ്. അവനെന്താ ചെയ്യാ? അതിനുവേണ്ടി തയമ്മും ചെയ്യാം. അതാ ചെയ്യേണ്ടത്. അത്രയും മയ്യത്തിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിക്കാൻ പാടില്ല. അവൻ മാർക്കം ചെയ്യാൻ, മനഃപൂർവ്വം മാർക്കം ചെയ്യാനാണെന്നതാണ്. അത് പല സാധ്യതകളുണ്ട്. അടുത്ത കാലത്ത് ഇസ്ലാമിൽ വന്ന ആളുകളുണ്ടെങ്കിൽ മാർക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല, അവർ ചെയ്യാന്ന് കരുതിയിട്ടുണ്ടാവും. പക്ഷെ അതിനു മുമ്പ് അവർ മരിക്കുകയെന്ന് മറ്റോ ചെയ്താൽ അവിടേക്ക് ഈ വിഷയം വരും. അപ്പൊ അതിനു വേണ്ടി തയമം ചെയ്യാണ് വേണ്ടത്. അപ്പോ അത്യാവശ്യമില്ലാതെ മയ്യത്തിന്റെ ശരീരം മുറിപ്പെടുത്തൽ ഹറാമാണ്. അത്യാവശ്യമില്ലാതെ എന്ന് പറയുമ്പോൾ അവിടെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മുറിക്കാം എന്നായി അല്ലെ? അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യപ്പെടുന്നില്ല. ഇത് ഓന്റെ പോരായ്മ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പരിഹാര മാർഗം ഉള്ളത് കൊണ്ടോ ഇത് മുറിക്കാൻ പാടില്ല. മനസ്സിലായോ? തയമം ചെയ്യാന്നുള്ളൊരു പരിഹാരം ഉണ്ട്. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ മറ്റൊരാളുടെ ഉദാഹരണം പറയാം. മാല മോഷ്ടിച്ചു ഒരുത്തൻ. ആളുകൾ പിടിക്കാൻ വന്നപ്പോ മാലട് വിഴുങ്ങി. ഏതോ ഒരുത്തന്റെ അടിയോണ്ട് ഇവൻ വടിയായി. അങ്ങനെ വരാലോ. കള്ളനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെ അടിക്കണമെന്ന് നോക്കൂലല്ലോ. അല്ലെങ്കിൽ ഇവ മരിച്ചു, മാല വിഴുങ്ങലോടുകൂടെ ഇവനാണ് മരിച്ചു. മാല എവിടെ ഉണ്ട്? 4-5 പവന്റെ മാലയാണ്. മരിച്ച പെനിഞ്ഞൊരു വിലയൊന്നും ഉണ്ടാവില്ല. പക്ഷെ മാലന്റെ ഉടമക്ക് ഇപ്പൊ കുറച്ച് വില കുറഞ്ഞാലും കുറച്ച് മുമ്പാണെങ്കിൽ നല്ല വില തന്നെയാണ് അല്ലേ? മാലയ്ക്ക് വില തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യും? ഇതിന്റെ ഉടമസ്ഥൻ അത് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ, തത്തുല്യമായത് കൊടുത്താൽ പോരാ, എനിക്ക് തന്നെ വേണം എന്നവൻ ആവശ്യപ്പെട്ടാൽ മയ്യത്തിന്റെ വയറ് കീറി മുറിച്ചിട്ട് കൊടുക്കണത് എടുത്തു കൊടുക്കണം. നിർബന്ധ. മനസ്സിലായോ? അത് നിർബന്ധമാണ്. അതാണ് അത്യാവശ്യമുള്ള. ഇല്ലെങ്കിൽ മുറിക്കരുത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ പെട്ട്. അതൊക്കെ അത്യാവശ്യത്തിൽപ്പെട്ടതാ. ഒരു മറ്റൊരാളുടെ ഹക്ക് ഉള്ളിലായി കൊണ്ട് ഇവരെ കൊണ്ടുപോയി മറവ് ചെയ്താൽ അതിനും വലിയ അബദ്ധമുള്ളത്, വലിയ അപകടങ്ങളാണ് അല്ലേ? അപ്പൊ അത് മുറിച്ചു കൊടുക്കണം, എടുത്തു കൊടുക്കണം ആവശ്യപ്പെടുകയാണെങ്കിൽ. അതേപോലെ തന്നെ ഗർഭിണിയായ സ്ത്രീയുടെ വയറ് കീറിയെടുക്കണം, കുട്ടിയെ പുറത്തെടുക്കണം. ഗർഭാവസ്ഥയിൽ മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ എപ്പോൾ ശരിക്കും മനസ്സിലാക്കണം, ഗർഭാവസ്ഥയിൽ മരിച്ചുപോയ സ്ത്രീയുടെ ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുക്കണം. ഇൻ റുജിയത്ത് ഹയാതുഹു, ഗർഭാവസ്ഥയിൽ ആ കുട്ടിയെ, ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്താൽ ആ കുട്ടി ജീവിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ, ചിലപ്പോ 9 മാസം തികഞ്ഞൊരു സ്ത്രീ ആയിരിക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. ആദിലായ ഒരു ഡോക്ടർ കുട്ടിയെ പുറത്തെടുത്താൽ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, കുട്ടി നമുക്ക് എടുക്കാമെന്ന് പറയുകയാണെങ്കിൽ ആ കുട്ടിയെ പുറത്തെടുക്കാവുന്നതാണ്, വയറ് കീറാവുന്നതാണ്. ഇനിയോ ഫഇല്ലം തുർജ, കുട്ടിയുടെ ജീവനിൽ പ്രതീക്ഷയില്ലെങ്കിൽ ഉഖിറ ദഫ്നുഹാ ഹത്താ യമൂത, ആ കുട്ടി മരിക്കുന്നത് വരെ ഇവിടെ മറവ് ചെയ്യാതിരിക്കണം. വയറിന്റെ ഉള്ളിലുള്ള കുട്ടി മരിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം, താമസിപ്പിക്കണം. കുറച്ച് സമയം വേണ്ടിയല്ലോ. എടുത്താൽ കുട്ടി ജീവിക്കൂല എന്ന് ഉറപ്പാണ്, ആ പ്രതീക്ഷയില്ല. എന്നാ കുട്ടിക്ക് ഇപ്പൊ ജീവൻ ഉണ്ടാണ് എങ്കിൽ തൽക്കാലം അവിടെ കുറച്ച് വെയിറ്റ് ചെയ്ത് നിർത്തുക. കുട്ടിനെ പെട്ടെന്ന് മറവ് ചെയ്യണ്ട, അല്ല പെണ്ണിനെ പെട്ടെന്ന് മറവ് ചെയ്യണ്ട, കുട്ടി മരിക്കുന്നത് വരെ താമസിപ്പിക്കുക. അപ്പോ പിന്നെ പോസ്റ്റ്മോർട്ടോ
അല്ലേ? അതൊരു ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് പോസ്റ്റ്മോർട്ടം. പോസ്റ്റ്മോർട്ടം ആധുനിക നൂറ്റാണ്ടിൽ ഒരു ഫാഷനായിട്ടുണ്ട്. ഫാഷൻ, അനാവശ്യമായ പോസ്റ്റ്മോർട്ടം. സ്വന്തം കുടുംബത്തിൽ ഒരാൾ മരിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ എല്ലാവരും വികാരജീവികളായി മാറും. അപ്പം ഭയങ്കര ഇതിനെതിരെ വലിയ പ്രതിഷേധമൊക്കെയാണ്. എന്നാൽ തൊട്ടടുത്തവന്റെ മറ്റൊരാളുടെ ശരീരം കീറിമുറുക്കുന്നതിൽ ലാഘവത്തോടെ കാണുകയും ചെയ്യും. അത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള കളിയെ കളിക്കുക. അനാവശ്യമായ കുറെ പോസ്റ്റ്മോർട്ടങ്ങൾ. പ്രസവിക്കുന്ന സമയത്ത് മരിച്ച സ്ത്രീ പോസ്റ്റ്മോർട്ടം ചെയ്യും. അതേപോലെ തന്നെ ആക്സിഡന്റിൽ മരണപ്പെട്ടവർ, അതേപോലെ പെട്ടെന്ന് മരണപ്പെട്ടാൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നിർബന്ധിക്കും. അനാവശ്യമായ പോസ്റ്റ്മോർട്ടങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഈ അടുത്ത് എന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു. ഇരട്ട കുട്ടികളാണ്, 2 കുട്ടികൾ ട്വിൻസാണ്. 20 ദിവസം കഴിഞ്ഞ ശേഷം, എന്റെ നാട്ടുകാരനായ നമ്മുടെ പ്രവർത്തകരാണ്, 20 ദിവസത്തിന്റെ ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു. അങ്ങനെ ഭാര്യ മരിച്ച സങ്കടം, 2 കുട്ടികളെ, ഇരട്ടകളായ 2 കുട്ടികളെ അനാഥരാക്കി 20 ദിവസത്തിന്റെ ശേഷം തന്റെ ഭാര്യ മരിച്ചതിലുള്ള വിഷമം, മാനസിക വിഷമം. ചിലപ്പോഴതിന്റെ കണക്ക് ഒരസുഖമില്ല, പെട്ടെന്ന് പ്രഷർ അടിച്ചു കയറിയതാണ്. അങ്ങനെ ഹോസ്പിറ്റലിന്റെ അകത്തളത്ത് ഭാര്യയുടെ ചേതനയറ്റ ശരീരം, 2 കുഞ്ഞുങ്ങൾ, മറ്റുള്ളവരുടെ കൈകളിൽ, ഉമ്മാന്റെ കൈയിലും വല്യുമ്മാന്റെ കൈയിലും മറ്റുള്ളവരുടെ കയ്യിലുമായി 2 കുഞ്ഞുങ്ങൾ മാറി മാറി എടുത്തിട്ടും കരച്ചിൽ നിർത്താത്ത കുട്ടികൾ. അതിന്റെ കൂടെ ഹോസ്പിറ്റലിലെ ബില്ലടക്കുന്ന, ഹോസ്പിറ്റലിലെ മറ്റു ഫോർമാലിറ്റികളൊക്കെ ചെയ്യേണ്ട തിരക്കിനിടയിൽ ഇയാൾ നട്ടോട്ടോടുക. അതിന്റെ ഇടയിൽ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉന്നതരുടെ ഭാഗത്തു നിന്നും ഇയാളുടെ ഭാര്യയെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള തത്രപ്പാട്. എങ്ങനെയെങ്കിലും പോസ്റ്റ്മോർട്ടം ഇല്ലാതെ ഒഴിവായി കിട്ടാൻ വേണ്ടി ഈ തിരക്കുകൾക്കിടയിൽ ഈ മഹാസാധു രാഷ്ട്രീയത്തിലെ ഉന്നത നേതാക്കന്മാരെ വിളിച്ച് ബന്ധപ്പെടേണ്ടി വരിക. എന്താണ് അവസ്ഥ? അയാൾ ആ സമയത്ത് ഭാര്യയ്ക്ക് വേണ്ടി അയാളെ ആളുകൾ ആശ്വസിപ്പിക്കേണ്ട സമയം, ഒരു മനുഷ്യൻ പൂർണ്ണമായും തകർന്നു പോകുന്ന സമയം. ആ സമയത്ത് ഈ സുഹൃത്ത് ഫോൺ ചെയ്തുകൊണ്ട് രാഷ്ട്രീയ നേതാക്കളെ വിളിച്ച് ശുപാർശ ചെയ്യാൻ വേണ്ടി രാഷ്ട്രീയക്കാരെ വിളിച്ചു നടക്കുക. അവസാനം ഉന്നത തലത്തിലുള്ള ചില ആളുകൾ ഇടപെട്ടു, പോസ്റ്റ്മോർട്ടം ഇല്ലാതെ രക്ഷപ്പെട്ടു. എന്നാലും ഇങ്ങനെ മനുഷ്യനെ ഹലാക്കാക്കുന്ന കുറെ പോസ്റ്റ്മോർട്ടങ്ങൾ നാട്ടിൽ വല്ലാതെ അനാവശ്യമായി നടക്കുന്നുണ്ട്. ആവശ്യത്തിനാവാം കൊലപാതകം, ആവശ്യത്തിനാവാം കൊലപാതകിയെ കണ്ടുപിടിക്കാൻ പോസ്റ്റ്മോർട്ടം കൊണ്ട് സഹായകമാവും. ഉറപ്പില്ലെങ്കിലും ആവുമെന്ന പ്രതീക്ഷയുണ്ട്. അതേപോലെ തന്നെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണം എന്ന് പറഞ്ഞാൽ, മരണത്തിൽ അസ്വാഭാവികത തോന്നിയാൽ, വല്ല തുമ്പും കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അതൊക്കെ അത്യാവശ്യ ഘട്ടങ്ങളാണ്. അതേപോലെ തന്നെ ഒരു നാടിന്റെ, നമ്മളിതിൽ കുറ്റക്കാരാവില്ല. എപ്പോ ഒരു നാടിന്റെ നിയമത്തെ, പൊതുവായ ഒരു നാടിന്റെ നിയമത്തെ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന നിലക്ക്, നമ്മുടെ നാട്ടിലുള്ള നിയമത്തെ അംഗീകരിക്കാൻ എന്ന നിലക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുന്നത് കൊണ്ട് നമ്മൾ കുറ്റക്കാരാകുന്നില്ല. പക്ഷേ അനാവശ്യമായ പോസ്റ്റ്മോർട്ടങ്ങൾക്കെതിരെ സമൂഹം ഉണരണം. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ വിഷയം ശ്രദ്ധിക്കണം. ഡോക്ടർമാര്, ഹോസ്പിറ്റലിലെ അധികാരികൾ, അതേപോലെ ഭരണതലത്തിൽ ഉന്നത അധികാരങ്ങൾ കൈയാളുന്നവർ ഈ വിഷയം ശ്രദ്ധിക്കണം. മരിച്ചുപോയ ആളല്ലേ, ചിന്താവാദം വിളിക്കാനൊന്നും വരില്ലല്ലോ. പക്ഷേ സ്വന്തം കുടുംബത്തിൽ ഇതുപോലെ ചേതനയേറ്റ് കിടക്കുന്ന ഉപ്പാന്റെ, സഹോദരിയുടെ, ഭാര്യയുടെ, മകന്റെ ശരീരം കീറിമുറിക്കേണ്ടി വരുന്ന, വെട്ടിപ്പൊളിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരുമ്പോൾ എല്ലാവരും പാഠം പഠിക്കും. അല്ലാഹു കാക്കട്ടെ. ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. ഇതൊരു മരിച്ച മയ്യത്താണ് ഈ കിടക്കുന്നത്, ബഹുമാനം പോലും ഉണ്ടാവില്ല. ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള പേടി അത്ര സൂക്ഷ്മതൊന്നും വേണ്ടല്ലോ. കൂളായിട്ട് ധൈര്യമായിട്ട് ചെയ്യാം. അനാദരവ് കാണിക്കും. അപ്പൊ മയ്യത്തിന്റെ ശരീരം മറ്റുള്ളവരുടെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ശരീരം പോലെ തന്നെ ഹുർമത്ത് ഉള്ളതാണ്, ബഹുമാനിക്കപ്പെടേണ്ടതാണ്. ഇനി മയ്യത്ത് കുളിപ്പിക്കുന്നത്, യജിബു ഗുസ്ലുൽ മയ്യിത്തി വലൗ ഗരീഖൻ,
മുങ്ങി മരിച്ച ആളാണെങ്കിലും മയ്യത്തിനെ കുളിപ്പിക്കൽ നിർബന്ധമാണ്. ഓ മുങ്ങി മരിച്ചല്ലേ, വെള്ളത്തിൽ കിടന്ന് മരിച്ചല്ലേ, ഈ മോനെ കുളിപ്പിക്കേണ്ടതൊന്നുമില്ല എന്നല്ല. മുങ്ങി മരിച്ചതാണെങ്കിലും ശരി, അവനെന്ത് ചെയ്യണം? കുളിപ്പിക്കണം, നിർബന്ധമാണ്. അല്ലെങ്കിൽ ഔ വസീലൽ മലായികതി അവിൽ ജിന്നി, ഇവരെ മലക്കുകൾ കുളിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ജിന്നുകൾ കുളിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിഞ്ഞു. സാധ്യതയുണ്ട്, അങ്ങനെ കുളിപ്പിച്ചിട്ടുണ്ടല്ലോ. മഹാന്മാരായ ചില സ്വഹാബികളെയൊക്കെ അങ്ങനെ മലക്കുകൾ കുളിപ്പിച്ചിട്ടുണ്ട്, താരീഖുകളിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് കണ്ടിട്ടുണ്ട്. അപ്പൊ അന്ന് കുളിപ്പിച്ചല്ല, ഇപ്പൊ മലക്കുകളെ കുളിപ്പിക്കൽ നിർത്തിയിട്ടുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. മുഅ്മിനായ ഒരു മനുഷ്യനെ മലക്കുകളെ കുളിപ്പിക്കും. അതേപോലെ തന്നെ ജിന്നുകൾ. അപ്പൊ ജിന്നുകൾ ഇതിനെ കുളിപ്പിച്ചിട്ടുണ്ടെന്ന് കൂടുതലൊരാൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ, മഹാനായ ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ അയാൾക്ക് അതറിയാം. അപ്പൊ ഒരാൾ പറഞ്ഞു ജിന്ന് കുളിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞു. എന്നാലും മലക്കുകൾ കുളിപ്പിച്ചിട്ടുണ്ടെങ്കിലും ജിന്നുകൾ കുളിപ്പിച്ചിട്ടുണ്ടെങ്കിലും കുളിപ്പിക്കൽ നിർബന്ധമാണ്. ഈ മസലിൽ വലിയൊരു സൂക്ഷ്മത വേറുണ്ട്. എന്താ കാരണം വരെകൾ ഇതെങ്ങനെ മലക്കുകളോ ജിന്നുകളോ കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുളിപ്പിക്കേണ്ടതില്ല എന്നാണ് മസല എന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിലെ അവസ്ഥ. കുറെ കള്ള ശേഖന്മാരുള്ള നാടാ നമ്മുടെ നാടിലെ. മരിച്ച പേരിലൊന്ന് ഷെയ്ഖാകുന്ന എത്ര എളുപ്പം വേറുണ്ടാവോ? ഇത്ര ഒരു സഹതാപ തരംഗം മുതലാക്കാൻ പറ്റിയൊരു സദസ് വേറുണ്ടോ? ഓട് പേരും ഷെയ്ഖായിട്ട് എന്നിട്ട് എന്ത് പറയും? തൊട്ടുപോകരുന്ന മയ്യത്തിനെ കുളിപ്പിക്കാൻ എടുത്തു നോക്കുക. ആര് പറഞ്ഞു കുളിപ്പിക്കാൻ? ഇത് മലക്കുകൾ കുളിപ്പിച്ച മയ്യത്താണ് എന്നൊക്കെ പറയും. ആര്? ഷെയ്ഖല്ലേ പറയണത്. മഹാകള്ളന്മാര് വലിയ ഷെയ്ഖാണ്, കുത്തുബുസമാങ്ങളുടെ കാലാണ്. ഒരൊറ്റ നില മയ്യത്ത് കുളിപ്പിക്കുവോ? സമ്മതിക്കുവോ ഇവര്? ഇല്ല. മനസ്സിലായോ? കറാമത്ത് ഞാൻ ഈ അടുത്ത് ഒരു CD ഇത് ശ്രദ്ധയിൽപ്പെട്ടു. നിങ്ങളാരെ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. എന്താ CD? കറാമത്ത്. ഒരു ഷെയ്ഖിന്റെ കേരളത്തിൽ അറിയപ്പെട്ട എന്ന് ഞാൻ പറയണില്ല, കുപ്രസിദ്ധനായ ആലുവ ഭാഗത്തുള്ള ഒരു ഷെയ്ഖാണെന്ന് പറയുന്ന ഒരു ഫുലാന്റെ കറാമത്തുകൾ ഇറക്കിയ CD, കറാമത്തുകൾ വിശദീകരിച്ചുള്ള CD. അപ്പൊ മൂപ്പരും ഇങ്ങനെ സുഖിക്കുകയാണ്. കറാമത്ത് ഇപ്പൊ നിങ്ങളിപ്പോ എന്നെ കുറിച്ചാണ് പറയാണ് കുറച്ച് ഇല്ലേ. ഞാനിപ്പം നിങ്ങളിപ്പോ തന്നെ ഇറങ്ങിയിട്ട് പറയാം, സൽമാൻ അസ്ഹറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ജിന്നുകൾ വരെ ആ ക്ലാസ്സിന് പങ്കെടുക്കാറുണ്ട്. ഞങ്ങളിങ്ങനെ ബാക്കിൽ നിന്നൊക്കെ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കാം, ആളെ കാണില്ല എന്നൊക്കെ നിങ്ങൾ പുറത്തു പോയി പറയുകയാണെങ്കിൽ അത് ആൾക്കാരെ വിശ്വസിക്കുകയും ചെയ്തു. എനിക്കെന്താ എനിക്കൊരു മുടക്കൂലല്ലോ, കേട്ടിങ്ങനെ സുഖിച്ചിരിക്കേണ്ട ഒരു രസ. മനസ്സിലായോ? ആഖിറത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ അത് പേടിയില്ലല്ലോ. ബാത്തിലിന്റെ ആളുകൾക്ക് എന്ത് പേടി? അത് വന്ന് പേടിക്കാൻ ഓരോ മുടക്കില്ല. കറാമത്ത് ആളുകൾ അതിന്റെ പേരിൽ പല മെച്ചോ നേട്ടങ്ങളും അതിന്റെ പേരിലുണ്ട്. അങ്ങനെ കുറെ കറാമത്താണ്. മഹാനായ ഇമാം റാസി തങ്ങൾ സൂറത്തുൽ കഹ്ഫിന്റെ തഫ്സീറുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. കറാമത്തും ഇസ്തിദ്റാജുണ്ട്. കറാമത്തും ഇസ്തിദ്റാജും തമ്മിലുള്ള വ്യത്യാസം എന്ത്? എങ്ങനെയാണ് രണ്ടും തിരിച്ചറിയാം? മാജിക് രണ്ടും ഖർഖുൽ ആദയാണ് അല്ലെ, മനുഷ്യ കഴിവിന് അതീതമാണ് എന്ന് തോന്നിപ്പോകും. രണ്ടും അത്ഭുതകരമായ കാര്യമായിരിക്കും. എങ്ങനെയാണ് ഇത് ഇസ്തിദ്റാജാണ്, ഇത് കറാമത്താണ്, എങ്ങനെ വേർതിരിച്ചറിയും? ഇങ്ങനെ ഒരു ചർച്ച റാസി നടത്തുന്നുണ്ട്. നല്ല രസകരമായൊരു ചർച്ച. ആ കൂട്ടത്തിൽ പറയുന്നുണ്ട്, ഒരു വലിയന് കറാമത്ത് ഉണ്ടാവുകയാണെങ്കിൽ ആ വലിയ ആ കറാമത്ത് കൊണ്ട് അയാൾക്ക് ഈനാസ് ഉണ്ടാവുകയില്ല എന്നാൽ കറാമത്തിന്റെ ഒരു കറാമത്തോട് ഒളിവായാൽ ആ കറാമത്ത് ഞാൻ തന്നെ പറയാം. മനസ്സിലായ നിങ്ങൾക്ക്? എനിക്കിഷ്ടമില്ലാത്തൊരു വാക്ക് അവൻ എന്റെ മുഖത്ത് നോക്കി വിളിച്ചപ്പോൾ നീ അവിടെ നിൽക്കടാ എന്ന് പറഞ്ഞു. പിന്നെ അവൻ ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് നിന്റെ കറാമത്ത് ഞാൻ തന്നെ പറയാം. മനസ്സിലായി? ആയാതി കറാമത്തൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് കറാമത്ത്, യഥാർത്ഥ ഹക്കായ കറാമത്തുള്ള ആളുകൾ ഇങ്ങനെ പറയില്ല. കാരണം കറാമത്തുള്ള ആളുകൾക്ക് പോലും ഇത് ഇസ്തിദ്റാജാന്നുള്ള പേടിണ്ടാവും.
അല്ലാഹു തആല എന്നെ പരീക്ഷിക്കുകയാണോ എന്ന് പേടിണ്ടാവും. മാത്രമല്ല കറാമത്തുണ്ടാകുമ്പോൾ എനിക്ക് കറാമത്തുണ്ടാകാൻ മാത്രം വലിയോനാണ് ഞാൻ എന്നൊരാൾക്ക് തോന്നലോട് കൂടെ തന്നെ ഓൻ ചെറുതായില്ലേ. എനിക്ക് കറാമത്തൊക്കെ ഉണ്ടാകാൻ മാത്രം മഹാനായ ഒരു വ്യക്തിത്വമാണ് ഞാൻ എന്ന് എനിക്ക് തോന്നിയാൽ അതിന് പേരെന്താ? കിബറിന. അതെന്നെ അപ്പൊ തന്നെ അയാൾ ചെറുതായി. മാത്രമല്ല കറാമത്ത്, ഒരു വലിയ കറാമത്തുണ്ടായാൽ അയാൾ കൂടുതൽ ഭയപ്പെടുകയും കൂടുതൽ തഖ്വ ചെയ്യുകയുമാണ് ചെയ്യുക. കാരണം എന്താ? ഈ കറാമത്ത് എന്റെ കഴിവല്ല, എന്റെ വ്യക്തിത്വവുമല്ല, ഹഖ് തആല എന്നെ ആദരിച്ചതാണ് എന്ന് തിരിച്ചറിവ്. എനിക്ക് നൽകിയ ഈ ആദരവിന് മാത്രം ഞാൻ എന്ത് ചെയ്തു എന്ന പേടി. മനസ്സിലാകുമോ? അപ്പൊ അയാൾ കൂടുതൽ വിനയാന്യതനാവും. ഇത് ആൾക്കാരോട് പറഞ്ഞെടുക്കാൻ പറയല്ലേ ചെയ്യാ. വന്യരായ ശൈഖുനാ ശംസുൽ ഉലമയുടെ ചരിത്രം കേട്ടിട്ടില്ലേ? മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ അദ്ദേഹത്തിന്റെ ഒരു കറാമത്തിനെ ആളുകളോട് പറയരുത് എന്ന് താക്കീത് ചെയ്തൊരു കറാമത്ത് ഏതാ? ഈ അടുത്ത് ഞാനിത് കുറെ മുമ്പ് പ്രസംഗിക്കാറുണ്ടായിരുന്നു. എന്നോട് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനം. പക്ഷെ ഈ അടുത്ത് ഈ അനുഭവസ്ഥനായ ഈ വ്യക്തിയുടെ പ്രഭാഷണം ഞാൻ നേരിൽ കേൾക്കേണ്ടായി. അദ്ദേഹം ഈ സംഭവം ശരിക്കും വിരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ചെറുവാളൂർ ഉസ്താദ് എന്ന പേരിലാണ് അദ്ദേഹം ഇപ്പോൾ അറിയപ്പെടുന്നത്. ഹൈദ്രോസ് ഫൈസി. അദ്ദേഹം ഷെയ്ഖുനയുടെ ഖാദിമും ശിഷ്യനുമായിരുന്നു. ഷെയ്ഖുനയുടെ അടുത്ത വ്യക്തിത്വം, അടുത്ത ആളാണ്. ഷെയ്ഖുനയിൽ നിന്ന് പലതിലും ഇജാസത്ത് കിട്ടിയ ആളാണ്. അപൂർവം ചില ആളുകളിലാണ്. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം മറ്റൊരാളിൽ നിന്ന് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അത് കേട്ടിട്ടുണ്ട്. പക്ഷേ മിനിയാന്ന് അദ്ദേഹത്തിൽ നിന്ന് ഞാനത് നേരിൽ കേട്ടു. നാട്ടിൽ നിന്നൊരു പ്രഭാഷണം നടത്തുമ്പോൾ അദ്ദേഹം ആ അനുഭവം ശരിക്കും പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ 2 കാതുകൾക്കും അസാധ്യമായ വേദന, അസഹ്യമായ വേദന. ആ സമയത്ത് ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യാൻ നിർദ്ദേശിച്ചു. ഓപ്പറേഷൻ ഇവിടെ സൗകര്യമില്ല, മറ്റു ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തെ മാറ്റാൻ അവർ തയ്യാറായി. ബഹുമാനപ്പെട്ടവർ പറയാൻ 10 മിനിറ്റ് പോലും എനിക്ക് പ്രസംഗിക്കാൻ കഴിയില്ലായിരുന്നു, ശക്തമായ വേദന കാരണം. മുദർരിസുവല്ലേ, ശബ്ദമുണ്ടേ. അദ്ദേഹം ശൈഖുനയുടെ വീട്ടിലേക്ക് വെള്ളിമാട് കുന്നിലേക്ക് ചെന്നു. മഹാനായ ശംസുൽ ഉലമയോട് വിവരം പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നീ ദാവൂദുൽ ഹക്കീം വലിയുല്ലാഹിയുടെ പേരിൽ ഒരു യാസീൻ ഓതിക്കോ, നിന്റെ കേസ് ഞാൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്ത്? ദാവൂദ് മുത്തുപേട്ടയിൽ കിടക്കുന്ന ദാവൂദുൽ ഹക്കീമിന്റെ പേരിൽ ഒരു യാസീൻ ഓതിക്കോ, അത് വിട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈദ്രോസ് ഫൈസി ചെറുവാളൂർ ഉസ്താദ് എന്നാണ് ഇപ്പൊ അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹം ഷെയ്ഖുനയുടെ അടുത്ത് നിന്നും തിരിച്ചു പോവുക. തൃശ്ശൂർ ജില്ലയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. ചെറുവാളൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷൊർണൂര് എത്തിയപ്പോൾ അദ്ദേഹത്തിന് അപാരമായ ക്ഷീണം കാരണം തൊട്ടടുത്തുള്ള പള്ളിയിൽ അദ്ദേഹം കയറുകയും അവിടെ കുറച്ചു നേരം കിടക്കുകയും ചെയ്തു. കിടത്തത്തിൽ അദ്ദേഹം മയങ്ങിപ്പോയി. ബൈനന്നൗമി വൽ യഖ്ള എന്നൊക്കെ പറയുന്ന ഒരു മാളിച്ചാന്ന് പറയില്ല നമ്മള്, ആ അവസ്ഥയിൽ. അപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ 2 ആളുകൾ, ഒരു സ്ത്രീയും ഒരു പുരുഷനും. അദ്ദേഹത്തിന്റെ കാതുകൾ ഓപ്പറേഷൻ ചെയ്തു. അദ്ദേഹം പറയാണ്, എന്റെ കാതുകൾ അവൻ ഓപ്പറേഷൻ ചെയ്തു. എനിക്കെന്തൊക്കെയോ മരുന്നുകൾ വെച്ച് കെട്ടുന്നു, ചികിത്സിക്കുന്നു, എന്തൊക്കെ എടുത്ത് ഒഴിവാക്കുന്നു. ആ കൂടെയുള്ള സ്ത്രീ സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു. ഇദ്ദേഹം ആ സ്ത്രീയോട് പറഞ്ഞു, ഇനി ആ മരുന്ന് കൊടുക്കുമെന്ന് പറഞ്ഞു. ഐസ്ക്രീം പോലുള്ള ഒരു മരുന്ന് അവരെന്റെ വായിലേക്ക് വെച്ച് തന്നു. അതോടുകൂടെ ഞാൻ ഉണർന്നു. എന്റെ ചെവിയുടെ വേദന അപ്പാടെ ഇല്ലാതെയായിട്ടുണ്ട്. വല്ലാത്തൊരു മാറ്റം എനിക്ക്. അദ്ദേഹം നേരെ ശൈഖുനാന്റെ അടുക്കിലേക്ക് തന്നെ തിരിച്ചു. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ തന്റെ വീടിന്റെ പൂമുഖത്ത് നിൽക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവര് ചോദിച്ചു, പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അത്രേ, എല്ലാം ശരിയായില്ലേ? അതാ ശംസുൽ ഉലമ. മാത്രമല്ല ആ സമയത്ത് ശൈഖുനാ ശംസുൽ ഉലമ ഹൈദ്രോസ് ഫൈസിയോട് പറഞ്ഞു, അത്രേ, എന്റെ കാലശേഷമല്ലാതെ ഇത് ഒരു മനുഷ്യനോട് പറഞ്ഞു പോകല്ല. അതാ കറാമത്ത്. ഞാൻ മരിക്കാറത് പറയരുത്. സുബ്ഹാനല്ലാഹ്, ഇത് മറ്റാർക്കെങ്കിലും ആയിരുന്നെങ്കിൽ അർശിന്റെ ചുവട്ടിൽ അല്ലെങ്കിൽ ആകാശത്തിന്റെ ചുവട്ടിൽ ഇത് എഴുതപ്പെടാത്ത കടലാസുകൾ ഉണ്ടാവുമോ? ഇത് കേൾക്കാത്ത കാതുകൾ ഉണ്ടാവുമോ? ഇല്ല. അതിന് മാത്രം കൊട്ടിഘോഷിക്കപ്പെടുമായിരുന്നു. ചക്ക വിട്ടപ്പോൾ മുയലടി കൂടെ ഓടിയിരുന്നു. ചക്ക മുയലിന്റെ തലയിൽ വീണു.
മുയൽ ചത്തു. ചക്കട്ടപ്പോ മുയൽ വീണു, വലിയ കറാമത്തായി. എഴുതിപ്പിടിപ്പിച്ചു, കറാമത്തുകൾ എഴുതി രേഖപ്പെടുത്തി. നമ്മുടെ നാട്ടിൽ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു കറാമത്ത് എഴുതി. ആ കറാമത്ത് എഴുതിയ ശേഷം തൊട്ടടുത്ത് വന്ന അടുത്ത ലക്കത്തിൽ, കഴിഞ്ഞ ലക്കത്തിൽ എഴുതിയ കറാമത്തിനൊരു തിരുത്ത്. കാരണം എന്താ, ഈ കറാമത്തിൽ ഒരാൾ ആക്സിഡന്റ് ആയ കഥ പറയുന്നുണ്ട്. ഇയാളെ ദ്രോഹിച്ച ഒരാള് ആക്സിഡന്റ് ആയിന്ന. അപ്പൊ ആക്സിഡന്റ് ആയപ്പോ ഇയാളെ മുന്നിൽ വന്ന് വീണു. എന്നിട്ട് ഇയാളെന്നെ വെള്ളം കൊടുക്കേണ്ടി വന്നു. ഇതാ കറാമത്ത്. ഈ ആക്സിഡന്റായി മരിച്ച ആളുകളെ കുടുംബം സമീപിച്ചു. ഒന്നുകിൽ നിങ്ങളിത് പിൻവലിക്കണം, ഞങ്ങൾ കേസ് കൊടുക്കുന്നു. കാരണം ഞങ്ങളുടെ കുട്ടി ആ കേസിൽ ഇല്ലാത്ത ആളാണ്. അങ്ങനെ ഒരു വിഷയം തന്നെ ഞങ്ങളുടെ കുട്ടി ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പിറ്റത്താഴ്ച കറാമത്ത് തിരുത്ത്. ആ കാലാണിത്. അങ്ങനെയുള്ളൊരു നൂറ്റാണ്ടിലാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ജീവിച്ചതും. അവിടെ മാറ്റം. ഹക്കും ബാത്തിലും തമ്മിലുള്ള വ്യത്യാസമാണ്. ഹക്കിന്റെ ആളുകൾ കറാമത്തിന്റെ പേരിൽ അവർക്ക് ഹീനാസ് ഉണ്ടാവില്ല. അതിന്റെ പേരിൽ അവർ സ്വയം രസിക്കുകയില്ല. ഇസ്തിദ്റാജിനെയും കറാമത്തിനെയും വേർതിരിച്ചുകൊണ്ട് മഹാന്മാരായ ഇമാമിയങ്ങൾ നടത്തിയ ചർച്ചകളിൽ നമുക്കിത് കാണാൻ പറ്റും. പറഞ്ഞു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹക്കിന്റെ കൂടെ നിർത്തട്ടെ. അപ്പോ അങ്ങനെ ജിന്നുകളോ മലക്കുകളോ ഇയാളെ കുളിപ്പിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ പോലും കുളിപ്പിക്കൽ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ ഇയാളി കുറെ കറാമത്തുകാർ വരും എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. ഇനി فإن تغذر غسله لفقد ماء أو غاسل غير أجنبي, കുളിപ്പിക്കാൻ പറ്റിയ ഒരാളില്ല, അന്യ ആളുകളല്ലാതെ കുളിപ്പിക്കാൻ വേറെ ആരുമില്ല. സ്ത്രീകളൊക്കെ ആവുമ്പോൾ പ്രത്യേകിച്ച്. അല്ലെങ്കിൽ കുളിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പൊ തീപ്പൊള്ളലൊക്കെ ഏറ്റു മരിച്ചത് ചിലപ്പോ കുളിപ്പിക്കാൻ കഴിയില്ല, വെള്ളം പോലും ഒഴിക്കാൻ കഴിയില്ല. അല്ലേ? ഉണ്ട്. ശരീരത്തിൽ നിന്ന് പൊതുവെ ഒരു ലോകത്താൽ അത്തരം മരണങ്ങളൊക്കെ നമ്മളൊക്കെ ശരീരത്തിൽ നിന്ന് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞിട്ടൊക്കെ കൊണ്ടുവരാം. കാരണം ഒരു തരം നീരിങ്ങനെ ഒഴിക്കും, പുള്ളി ഈ പൊള്ളലൊക്കെ ഏറ്റിട്ട്. അപ്പോൾ ചിലപ്പോൾ കുളിപ്പിക്കാൻ കഴിയാത്ത എന്തെങ്കിലും കുളിപ്പിക്കാൻ വല്ല ബുദ്ധിമുട്ടുകളോ മറ്റൊക്കെ വന്ന സാധ്യതകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുളിപ്പിക്കാൻ പറ്റിയ ആളുകളില്ലാതെ വന്നാൽ അപ്പോഴൊക്കെ എന്ത് ചെയ്യണം? തായമം ചെയ്യണം. അല്ലെങ്കിൽ കരിക്കട്ടായിരുന്നാവും, അതിനുണ്ടാവും. അപ്പൊ നാളെ ബൂക്കിപ്പുറമ്പ് കണ്ടില്ലേ, എത്ര ആളുകൾ കരിഞ്ഞ്. അല്ലേ? അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിലൊക്കെ കുളിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോഴൊക്കെ എന്ത് ചെയ്യണം? യുമ്മിമ, തായമം ചെയ്ത് കൊടുക്കണം. ഇനി പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ഒരു പ്രാവശ്യം മറത്തമ്പിൽമായി വെള്ളം ഒരു പ്രാവശ്യം ശരീരം മുഴുവനായിട്ടൊന്ന് ഒഴിക്കുക. അതാണ് കുളിപ്പിക്കലിന്റെ ചുരുങ്ങിയ രൂപം. ശരീരം മുഴുവൻ ഒരു പ്രാവശ്യം വെള്ളം ഒഴിക്കുക. നഖത്തിന്റെ താഴ്ഭാഗം, അതേപോലെ മുടികളുടെയൊക്കെ ഉൾഭാഗത്തേക്കൊക്കെ എത്തുന്ന രീതിയിൽ വെള്ളം ശരീരം മുഴുവനായിട്ടും ഒഴിക്കുക. അപ്പം ചിലപ്പോ ഒന്നും കൈകൊണ്ടതാക്കി കൊടുക്കേണ്ടി വരും. നാഗൊക്കെ ഒന്ന് പിടിച്ച് ശരിക്കും കൈ ഒക്കെ അത് കൊടുക്കേണ്ടി വരും. അതിന് ആയുധ നാഗൊന്നും മുറ്റി വളർത്താൻ നിൽക്കണ്ട. എപ്പോഴും മരിക്കാൻ ഒരുങ്ങിയിട്ട് വേണ്ട നടക്കാൻ. അല്ലേ? മരിക്കാൻ ഒരുങ്ങിയിട്ട് വേണം നടക്കാൻ. നമ്മൾ ഒരുങ്ങി നടക്കണം. എപ്പോഴും സാധ്യത ഉണ്ടല്ലോ. അപ്പൊ എപ്പോഴും അതിന് ഒരുങ്ങി നടക്കുക. എന്നാൽ ഇതിന്റെ ശേഷം പിന്നെ നഖം മുറിക്കാനും താടി ഒടിക്കാനും, താടി ഒടിക്കല്ല, താടി നന്നാക്കാനൊന്നും വേറെ ആരും കിട്ടിക്കോ വന്നോളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ആദ്യം തന്നെ അതിനകത്ത് ഒരുങ്ങി നടക്കുക, എപ്പോഴും ഫ്രഷായി നടക്കുക. അതല്ലേ മുസ്ലിമിന്റെ പ്രത്യേകത. മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് നീയത്ത് വേണോ വേണ്ടേ? ഏത് കാര്യത്തിലും നീയത്ത് നിർബന്ധമാണല്ലേ? എന്നാൽ വലാ തജിബു നിയ്യതു ഫീ ഗുസ്ലിൽ മയ്യിത്തി വലാ ഫീ തയമ്മുമിഹി ബൽ തുൻദബു. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ നീയത്ത് നിർബന്ധമല്ല, സുന്നത്താണ്. നിർബന്ധമില്ല, സുന്നത്തുണ്ട്. വയഹ്റുമു നദറു ഔറതിഹി വമസ്സുഹാ. മയ്യത്തിന്റെ ഔറത്തിലേക്ക് നോക്കൽ ഹറാമാണ്. ഔറത്ത് പച്ചയായി തൊടലും ഹറാമാണ്. ഇല്ലാ ബിഫിർഖത്തിൻ, ശീലകഷ്ണോ മറ്റോ ഉപയോഗിച്ചിട്ടല്ലാതെ.
കൈമലെന്തെങ്കിലും ചില കഷ്ണം എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതിന് ഗ്ലൗസ് എന്തൊക്കെ ഉണ്ടല്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. അല്ലാതെ പച്ചയിൽ മയ്യത്തിന്റെ ഔറത്തിലേക്ക് നോക്കലും ഹറാമാണ്, തൊടലും ഹറാമാണ്. അപ്പൊ എന്ത് ചെയ്യാ? അതേപോലെ തന്നെ മയ്യത്തിന്റെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോലും ആവശ്യത്തിനല്ലാതെ നോക്കാതിരിക്കൽ സുന്നത്താണ്. മയ്യത്തിന്റെ മറ്റു ശരീരഭാഗങ്ങളിലേക്ക് തന്നെ നോക്കാതിരിക്കൽ സുന്നത്താണ്. ഇപ്പൊ പൊതുദർശനത്തിന്റെ കാലല്ലേ അല്ലേ? പൊതുദർശനം എന്താ ഈ പൊതുദർശനം? എന്നിട്ടുള്ള നാരായണി, ചന്ദ്രൻ, രാഘവനും ജോസഫും ഒക്കെ വന്നിങ്ങനെ നോക്കിയാണ് നിൽക്കാറ്. പിന്നെ വാപ്പം മരിച്ചല്ലേ പൊതുദർശനം. അതൊന്നൊരു ചടങ്ങായി മാറിയില്ല. അത്യാവശ്യം ചില നേതാക്കന്മാരൊക്കെ ആവുമ്പോ അത്യാവശ്യം ആകുന്ന ചില ഘട്ടങ്ങളുണ്ട്. അവിടെയും സൂക്ഷ്മത പാലിക്കേണ്ടതൊക്കെ സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. കണ്ണ് കണ്ട പിന്നെ ഏത് സ്ത്രീകൾക്കും ഏത് പുരുഷനും, ഈ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഉഷാറായിട്ട് കൊണ്ട് ഇങ്ങനെ കണ്ടിരിക്കാനുള്ള സംവിധാനം അതൊന്നും ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. ഔറത്ത് തന്നെയാണ്. അത് ജീവിതകാലത്തായാലും മരിച്ചാലും. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മറവ് ചെയ്യപ്പെട്ട ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ ഖബറിലേക്ക് വരാറുണ്ടായിരുന്നു. ഔറത്തിന്റെ കാര്യം അത്ര ശ്രദ്ധിച്ചിട്ടൊന്നല്ല വരിക. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ വന്നതിന് ശേഷം ഔറത്ത് മറിച്ചിട്ടല്ലാതെ ഞാൻ അവിടെ പോയിട്ടില്ല. കാരണം അജ്നബിയായ ഒരാൾ അവിടെ വന്നു. അത്രയും സൂക്ഷ്മത വേണം ഇസ്ലാമിൽ. അങ്ങനെ വ്യാപകമായി ഇതെന്താ ചെയ്യാ? കുളിപ്പിക്കലതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് എന്താ ഇനി ആരെങ്കിലും ഒരുത്തം വിളിച്ചു പറയും, ഇനി ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടോ? അത് നീർച്ച പോയല്ലേ. ഇനി ആരെങ്കിലും കാണാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളി. കാണണ്ടായിച്ചിട്ട് ഒരുത്തം മാറിക്കാണെങ്കിൽ ഓരോ നിർബന്ധിച്ച് ഒന്ന് നോക്കിപ്പോയിക്കോടാ അല്ലേ? ഇതാണ് മയ്യത്ത് പൊതുദർശനത്തിന്റെയും കാണിക്കലിലേക്കെത്തുന്ന അവസ്ഥ. വിവരമില്ലാത്ത സമൂഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. ഒന്നാമത് ഇതൊക്കെ ഓരോ നാട്ടിലും ഏതെങ്കിലും രണ്ടാൾക്കാരുണ്ടാവും. അതിന്റെയൊക്കെ ആൾക്കാർ ഏത് മരിച്ച പേരിൽ ഓരായിരിക്കും പുളിയന്ത്രന്മാരായിട്ട് ഇങ്ങനെ ഉണ്ടാവുക. പിന്നെ ഓരോ നടത്തണമൊക്കെ തന്നെ അവിടുത്തെ ശരിയാക്കി. അതാണ് ഇതിനുള്ള ഏറ്റവും വലിയ പ്രശ്നം. മൂല്യമാര് പിന്നെ ദ്വാരക്കാൻ നേരത്തെ ചെല്ലുള്ളൂ. അങ്ങനെ കുഴപ്പമുള്ള കുടുംബത്തിലല്ലെങ്കിൽ അതൊക്കെ ഒരു ശ്രദ്ധ വേണം. അതിന് നമ്മളാരും ശരി അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ ഇതൊന്നും ഇപ്പൊ അങ്ങനെ മൂല്യൊരു ആവശ്യമുള്ളതല്ല. ഇതൊക്കെ ഓരോ കുടുംബത്തിൽ ഒരാളെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കി വെക്കണം. അപ്പോ ഇതൊക്കെ നടക്കും. അതൊക്കെ അത്യാവശ്യമാണ്. കുട്ടികളൊക്കെ ഈ വിഷയങ്ങളൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തുക. അപ്പോ ഇതാണ് മയ്യത്തിന്റെ കാര്യത്തിൽ കുളിപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഔറത്തല്ലാത്ത ഭാഗത്തേക്ക് പോലും എപ്പോഴാണെങ്കിലും എല്ലാവരും വ്യാപകമായിട്ട് കാണുന്നത് നല്ലതല്ല. അത് അന്യരും പിന്നെ അന്യ സ്ത്രീ പുരുഷന്മാരാണെങ്കിൽ അത് ഒരിക്കലും അനുവദിക്കാനും പാടില്ല. പ്രത്യേകിച്ച് പെണ്ണ് സ്ത്രീകളൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ ഏതാൾക്കും വന്ന് ഇങ്ങനെ നോക്കി പോകാൻ അതൊന്നും പാടില്ല. അതൊക്കെ ശ്രദ്ധിക്കണം. അതെ, സ്ത്രീകളെ ശ്രദ്ധിക്കണം. അല്ലെങ്കിലും മയ്യത്ത് കാണുക എന്ന് പറഞ്ഞാൽ ഒരു പുണ്യമുണ്ട്. ഇല്ലല്ലോ, ജനാസയെ അനുഗമിക്കലാണ്. അതിനാരും ഉണ്ടാവില്ല. അതൊക്കെ ഞാൻ ഇപ്പൊ നാട്ടിൽ നിന്ന് ഗൾഫുകാരനായി വന്നതല്ലേ. അപ്പൊ ഞാൻ മോട്ടോർ സൈക്കിളിൽ അല്ലെങ്കിൽ എന്റെ കാറിൽ വാടക കൊടുത്തൊരു കാറിൽ ഓന്റെ കാറിൽ അല്ലെങ്കിൽ ഓന്റെ മോട്ടോർ സൈക്കിളും മയ്യത്ത് നിങ്ങൾ കൊണ്ടുവരില്ല, ഞാനവിടെ ഉണ്ടാവും. എന്നിട്ട് ഓനവിടെ പോയിട്ട് ഞാൻ നിൽക്കും. എന്നിട്ട് അവിടെ പള്ളിന്റെ പുറത്തിറങ്ങി ഞാൻ നിൽക്കാൻ എന്തിന് കട്ടിലിട്ട് വാങ്ങി ഉള്ളിൽ കൊണ്ടേക്കാം അല്ലേ? എത്ര ആൾക്കാരുണ്ടായ ഈ മോട്ടോർ സൈക്കിളോട് കുറെ പോകണോണ്ട് വലിയ ദോഷമുണ്ട്. ഒരുവിധം ഈ മനുഷ്യന്മാരെ മുഴുവൻ വയറ് ചാടിയിൽ മുഖ്യ പങ്ക് മോട്ടോർ സൈക്കിളിനാണ്. നടത്തം 2 മിനിറ്റ് നടക്കാനുള്ളവർക്ക് കൂടി അതാണ് പോയതല്ലേ. വലിയ അപകടം പിടിച്ച സാധനമാണത്. ഒരുപാട് ആൾക്കാർ ഈ അടുത്ത് ഞാനവിടെ വായിച്ചു, ജനസംഖ്യ കുറക്കാൻ വേണ്ടി ആരോ കണ്ടുപിടിച്ചാണ് അത്രയും മോട്ടോർ സൈക്കിൾ. ഉള്ളതോ ഇല്ലാത്തുള്ളതോ ആയാലും അവർ കണക്കിനത് ആലോചിച്ചാൽ അതൊരു ശരിയാണ്. എത്ര കുട്ടികളാണ് ഈ അടുത്തല്ലേ 3000-4000 ആളുകൾ ഒരു വർഷം ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെടുന്നത്. കുട്ടികൾക്ക് ഒരു അന്തമല്ല. ഇപ്പൊ അന്തം ഉണ്ടായിട്ടും കാര്യമില്ല. അവിടെ നിന്നിട്ട് വരുന്ന കൂടി അന്തം വേണ്ടേ? ഏത് വണ്ടിയാലും കാര്യം കണക്ക് തന്നെയാണ്. എന്നാലും
അള്ളാഹു തആല കാക്കട്ടെ, അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാക്കട്ടെ. വാപ്പാന്റെ പൊന്നാര മോനുള്ള ഗിഫ്റ്റ്, +2 പാസ്സായ മോനുള്ള ഗിഫ്റ്റ് എന്താ? മോട്ടോർ സൈക്കിളാ. അതാണെങ്കിൽ ഏറ്റവും ടോപ്പ് വണ്ടി, യൂണിക്കോൺ, പൾസർ ഇതൊക്കെ വാങ്ങി കൊടുക്കുക. തൊട്ടാ പറക്കണ വണ്ടികൾ എന്ന് കിട്ടിയ ഊക്കിൽ കുട്ടിയത് കൊണ്ട് ഓടുകയാണ്. പിന്നെ വാപ്പാക്കൊരു തീരാ ദുഃഖം. അതിനിപ്പോ നമ്മളങ്ങനെ വളരെ നിർത്തിയാൽ നിൽക്കുന്ന കാര്യമല്ല. പിന്നെ അത് അത്യാവശ്യമുള്ളൊരു സാധനമാണ്. അല്ലെങ്കിലും അത്യാവശ്യം മനുഷ്യന് കുറെ ഗുണമുള്ള സാധനം കൊണ്ട് കുറെ ദോഷം ഉണ്ടാവും. ഏത് കാര്യം അങ്ങനെയാണ് അല്ലേ? കുറച്ച് ഭയങ്കര ഉപകാരമുള്ള സാധനം, അതേപോലെ ഉപദ്രവവും അതുകൊണ്ട്. അത് ഏത് കാര്യമായാലും അങ്ങനെ തന്നെ. സൗകര്യങ്ങൾ കൂടുന്നിടത്തോളം മനുഷ്യന് ദ്രോഹം കൂടും. മൊബൈൽ ഭയങ്കര സൗകര്യമാണ്. പക്ഷേ ഇപ്പോ ഈ അടുത്ത് പറഞ്ഞിട്ടില്ലേ, ടവറുകൾ വരുമ്പോൾ ഓരോ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. ടവർ ഇവിടെ വേണ്ട, പിന്നെ ഒരു മൊബൈൽ ഒരുക്കും വേണം. ടവർ ഒരുക്ക് നാട്ടിൽ പാടില്ല, പക്ഷെ മൊബൈൽ ഒരുക്ക് റേഞ്ച് വേണം. അതെന്താ ടവറിന് ഒഴിവാക്കുന്നത്? ഒരു മൊബൈൽ ടവർ വെച്ച അതിന്റെ എത്ര 2-3 കിലോമീറ്റർ ചുറ്റളവിൽ കറുമൂസ എന്നൊക്കെ പറയും നമ്മുടെ നാട്ടില്. അവിടേക്ക് എന്താ പറയുക, കറുമത്തി, കറുമൂസ എന്നൊക്കെ പറയില്ലേ? പപ്പായ എന്ന് പറയുന്നത്. ഏത് പായായാലും ആ സാധനം ഉണ്ടാവണില്ല നാട്ടില്. മുരിങ്ങ തെളിർക്കുമ്പോഴൊക്കെയാണ് ഇല പൂത്താ വരുന്നത്, പഴുത്തിട്ട്. ഇതിന്റെ റേഡിയേഷനാണ് കാരണം എന്നാ പറഞ്ഞത്. ഉണ്ടാവുന്ന കർമ്മത്തി ഇതിനൊക്കെ തരണം ചെയ്ത് ഉണ്ടായി വരുന്ന കർമ്മത്തിക്കാണെങ്കിൽ പഴയ രസമല്ല, വലിയ അപകടം. അവ മനുഷ്യന് സൗകര്യം കൂടാണ്, പക്ഷെ ഒരുപാട് ദോഷം. ഇന്റർനെറ്റ് വലിയ സൗകര്യമാണ്, ഭയങ്കര പ്രശ്നമല്ല ഇതിന്റെ റേഡിയേഷൻ അല്ലേ? ഭയങ്കര പ്രശ്നമാണ്. ഏതായാലും സൗകര്യം കൂടുന്നിടത്തോളം അതിന്റെ ഉപദ്രവം ഉണ്ടാവും. മനുഷ്യനിർമ്മിതങ്ങളായ കൃത്രിമ സൗകര്യങ്ങൾക്ക് വലിയ വില മനുഷ്യൻ തന്നെ നൽകേണ്ടി വരും. അത് സ്വാഭാവികതയാണ്. ഏതായാലും അപ്പോ മയ്യത്തിനെ അങ്ങനെ അനാവശ്യമായി കണ്ടിരിക്കുക, കാണിച്ചു കൊടുക്കാൻ നിൽക്കുക, ഇതൊന്നും ഇസ്ലാം അനുവദിച്ചതോ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതോ ആയ സംഗതികളല്ല. കുളിപ്പിക്കുന്ന ആളുകൾ ആവശ്യമില്ലാതെ മയ്യത്തിനെ നോക്കൽ പോലും അവർക്ക് നോക്കാതിരിക്കലാണ് സുന്നത്ത്. അതേപോലെ തന്നെ കയ്യിൽ ശീല പോലുള്ളത് ചുറ്റിയിട്ടല്ലാതെ മയ്യത്തിനെ സ്പർശിക്കാതിരിക്കലും സുന്നത്താണ്. മനസ്സിലായോ? ഇനി മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ പൂർണ്ണ രൂപം അക്മലുൽ ഗുസ്ലി, പൂർണ്ണമായ രൂപം എങ്ങനെയാണ്? ആദ്യമായി മറക്കപ്പെട്ട ഒഴിഞ്ഞ സ്ഥലത്ത് മയ്യത്തിനെ ഒരു നേർമയുള്ള ഖനം കുറഞ്ഞ കമീസ് പോലെയുള്ളവയിൽ ധരിപ്പിച്ചുകൊണ്ട് കിടത്തുക. ഒഴിഞ്ഞ റൂമില്. ഓക്കെ, ഒഴിഞ്ഞ റൂമിൽ നല്ല മറ്റുള്ളവരുടെ കണ്ണ് മറക്കുക എന്ന് അർത്ഥമുള്ളൂ. എന്നിട്ട് فلا يدخله إلا الولي والغاسل ومن يعينه, അതിന്റെ ഉള്ളിൽ പ്രവേശനം വലിയനും കുളിപ്പിക്കുന്ന ആൾക്കും സഹായിക്കും അല്ലാതെ ഉണ്ടാവാൻ പാടില്ല. മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് മയ്യത്തിന്റെ വലിയ തന്നെ കുളിപ്പിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി വലിയ കുളിപ്പിക്കാൻ സാധിക്കില്ലെങ്കിൽ കുളിപ്പിക്കാൻ അർഹതയുള്ളവർ മഹ്റമീങ്ങളാണ് ഏറ്റവും നല്ലത്. അവരെ ആരെയെങ്കിലും അതിന് ചുമതലപ്പെടുത്തുക. വലിയ അവിടെ വേണം. വലിയ എന്ന് പറഞ്ഞാൽ ഭാര്യ, വാപ്പ, ഭർത്താവ് പോലത്തെ ആളുകളാണ് ഉദ്ദേശം. എന്നിട്ട് പിന്നെ സഹായി, വെള്ളം കൊണ്ടേ കൊടുക്കാൻ അല്ലെ, സോപ്പ് എടുത്തു കൊടുക്കാൻ, അങ്ങോട്ട് വെക്കാൻ, അവർക്ക് സഹായം. പിന്നെ സഹായികൾ മരിച്ചുകൊണ്ട് കുറെ അനാവശ്യ സഹായികൾ ഉണ്ടാകുന്ന വൈക്കടുപ്പിക്കരുത് രക്ഷതിനെ അല്ലെ. അത് അങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് ഒരു പണി ചെയ്യും, ഒരു യാസിൻ പോലും ഓതുമില്ല. എന്നാൽ ആള് കൂടുന്നോർത്തൊക്കെ ഒരാളാകുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ എവിടെ ചെന്നാലും. അവരൊന്നും ആ വൈക്കടുപ്പിക്കരുത്. കഴിഞ്ഞില്ലേ എന്ന് പാളി വെക്കാനൊക്കെ വരും, വിടരുത്. മനസ്സിലായോ? അവിടേക്ക് കുറച്ചൊരു ദീനിയും ബോധം സ്ട്രിക്റ്റൊക്കെ വേണം. അത് ആയതിന്റെ വീട്ടിലാതെ ബോധം ഉണ്ടാവണം. നടക്കുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ എന്റെ അടുക്കളയിൽ കൂടെ ഇറങ്ങിയല്ലേ, പിന്നെപ്പോ എന്താ അവിടെ നോക്കണീന് എന്ന് വരുന്നവനും തോന്നും. അപ്പൊ ആദ്യം തന്നെ വീട്ടിലൊരു ദീനി ചുറ്റുപാടുണ്ടാവണം, അപ്പോഴതൊക്കെ നടക്കും. എന്നിട്ട്
ഫയുജ്ലിസുഹു അവ്വല, ആദ്യമായി മയ്യത്തിനെ പിടിച്ച് ഇരുത്തുക. എന്നിട്ട് മയ്യത്തിനെ ഇരുത്തിയതിന്റെ ശേഷം മയ്യത്തിന്റെ വയറിന്റെ മുകളിൽ പതുക്കെ ഇങ്ങനെ തടവി കൊടുക്കുക. ഇടത് ഭാഗത്ത് പതുക്കെ തടവി കൊടുക്കുക. കയ്യിനെങ്ങനെ നടത്തുകയാണ്. അപ്പോൾ ഫയഖ്റുജു മാ ഫീ ബത്നിഹി മിനൽ ഫുദുലാത്തി, വൃത്തികേടുകളൊക്കെ വയറ്റുന്നെന്തെയും കാഷ്ടം മൂത്രം ഒന്ന് ഇരുത്തിയിട്ടൊന്ന് പതുക്കെ തടവിയാൽ തന്നെ പോകും. കാരണം പിന്നെ അവിടെ വയറ് സ്തംഭനം പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. കാരണം അത് ഫ്രീ ആണ്. ഉള്ളൊക്കെ പോരും. എന്നിട്ട് ഈ സമയത്ത് പിടിക്കുന്ന ആള് മയ്യത്തിന് എന്ത് ചെയ്യാ, ഈ പിടിക്കാനൊരു സൗകര്യപ്രദമായ രൂപം എന്ന് പറഞ്ഞാൽ മയ്യത്തിന്റെ നമ്മളിപ്പോ ഒരാളെ ഇരിക്കുക അവിടെ. എന്നിട്ട് അയാള് മയ്യത്തിനെ എണീപ്പിച്ച് മയ്യത്തിന്റെ വലത് കൈ കൊണ്ട് മയ്യത്തിന് എന്ത് ചെയ്യാ, മയ്യത്തിന്റെ തോളിൽ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് തള്ളവിരൽ കൊണ്ട് മയ്യത്തിന്റെ തലക്കൊരു പെരടി ഭാഗത്ത് ഒരു തടവ് കൊടുക്കുക. അല്ലെങ്കിൽ തല ഇങ്ങനെ മേപ്പോട്ട് മലർന്നു വരും. അതില്ലാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചിട്ട് തള്ളവിരൽ കൊണ്ട് ഇവിടെ പിടുത്തം കൊടുക്കും. ഒരു മുട്ട് കൊടുക്കുക. മനസ്സിലായോ? ഒരു ചെറിയൊരു കുത്ത്. അപ്പൊ തല അങ്ങോട്ട് പോകില്ല. എന്നിട്ട് ഇവന് ഒന്നിലേക്ക് ബാക്കിൽ ഇവന് മുട്ട് കുത്തി നിൽക്കാം. അങ്ങനെ ചെയ്യാം. അത് സൗകര്യം പോലെ ചെയ്യാം. ഊരന്റെ ഭാഗത്ത് വേണം, അല്ലെങ്കിൽ മനസ്സിലായോ? ഊരന്റെ ഭാഗത്തൊരു തടവ് വേണം. ഇവിടെ ഊരന്റെ ഭാഗത്തൊരു തടവ് വേണം, അല്ലെങ്കിൽ മയ്യത്തിന്റെ കുനിഞ്ഞു പോകും. അപ്പൊ മയ്യത്തിനെ ശരിക്കും പിടിച്ചിരുത്താൻ കഴിയും. എന്നിട്ടാണ് എന്ത് ചെയ്യാം, അവന്റെ കാലിലേക്ക് മയ്യത്തിനെ പതുക്കെ ബാക്ക് ഭാഗം കൊണ്ട് ചാരി കിടത്തുക. അങ്ങനെ ബാക്കിലൊന്നുമില്ലെങ്കിൽ വന്ന് മുട്ടുകുത്തി നിൽക്കുക, അല്ലെങ്കിൽ ഇരിക്കുക, എന്താ അവന്റെ സൗകര്യം പോലെ. എന്നിട്ട് മയ്യത്തിനെ അങ്ങോട്ട് പതുക്കെ ബാക്കോട്ട് മലർത്തി നിൽക്കുക. അങ്ങനെ പതുക്കെ ചാരി ഇരുത്തുക. എന്നിട്ട് വയറിന്റെ അടുത്ത ഭാഗത്ത് പതുക്കെ തടവി പോകും. അപ്പൊ വയറ്റിലുള്ള വൃത്തികേടുകളൊക്കെ പുറത്തു പോകും. എന്നിട്ട് ആ വൃത്തികേടുകളൊക്കെ ഒരു ഒഴിവാക്കി അത് പുറത്തു പോയതിന്റെ ശേഷം ആ ഭാഗമൊക്കെ ഒഴിവാക്കുക, വൃത്തിയാക്കുക. പിന്നെ വബിസബാബത്തിഹാ അസ്നാനഹു, മയ്യത്തിന്റെ ഈ പല്ല് തേച്ചുകൊടുക്കുക. ഈ ചൂണ്ടാണി വിരലാണ് അതിന് ഏറ്റവും നല്ലത്. മയ്യത്തിന്റെ പല്ല് തേച്ചു കൊടുക്കുക. പല്ല് തേച്ചു കൊടുക്കാറുമ്പോൾ നിങ്ങളെ മറ്റേ ക്ലോസറ്റും കോൾഗേറ്റും നിർത്താണ്ട് തേക്കൊന്നും വേണ്ട. അതൊക്കെ ഒരു കർത്തവ്യങ്ങൾ നിർവഹിക്കലാണ്. ഇതൊരു ശീല പോലുള്ളത് കൈവരി ചുറ്റുക. എന്നിട്ട് അതുകൊണ്ടൊന്ന് ശരിക്ക് ഒരു പിന്നെ 3 ഭാഗത്തേക്ക് ഓരോ പ്രാവശ്യം നോക്കിയാലും മതി കേട്ടോ. ഒന്ന് ബ്രഷ് പല്ല് തേച്ചു കൊടുക്കുക. പിന്നെ നഖത്തിന്റെ അടിയിലൊക്കെ ചളിയോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ വല്ല പുള്ളി കഷ്ണം നമ്മൾ ഈർക്കിൽ പോലുള്ളതോ എന്തെങ്കിലും എടുത്തിട്ട് അതൊക്കെ കളയാം. ചളി പോലുള്ള ചേറ് പോലത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയാം. പിന്നെ വുളു ചെയ്ത് കൊടുക്കുക. മയ്യത്തിന് വുളു ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മയ്യത്തിന്റെ തല കഴുകുക, തലഭാഗം കഴുകുക. പിന്നെ മയ്യത്തിന്റെ വലത് ഭാഗത്തും പിന്നെ ഇടത് ഭാഗത്തും വെള്ളമൊഴിക്കുക. എന്നിട്ട് വെള്ളമൊഴിച്ച ശേഷം ആദ്യം മയ്യത്തിന്റെ വലത് ഭാഗം കഴുകുക, പിന്നെ ഇടത് ഭാഗം കഴുകുക. വെള്ളമൊഴിച്ചിട്ട് സോപ്പോ കഴുകാൻ വേണ്ടി സോപ്പ് പോലത്തെ ഉപയോഗിക്കാം. നമ്മുടെ നാട്ടിലൊക്കെ സോപ്പാണ് ഉപയോഗിക്കാറുള്ളത് അല്ലെ? ഉപയോഗിച്ചിട്ട് കഴുകുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ വെള്ളമൊഴിക്കുക. തലഭാഗം മുതൽ സോപ്പ് തേച്ചതിന് ശേഷം ആദ്യം തല കഴുകുക എന്ന തലയിൽ വെള്ളം ഒഴിച്ചു. പിന്നെ വലത് ഭാഗത്തിന്റെ മേൽ വെള്ളമൊഴിച്ചു, ഇടത് ഭാഗത്തിന്റെ മേൽ വെള്ളമൊഴിച്ചു. എന്നിട്ട് വലത് ഭാഗം സോപ്പിട്ട് കഴുകി, ഇടത് ഭാഗം സോപ്പിട്ട് കഴുകി. പിന്നെ തല മുതൽ കാല് വരെ ശരിക്കും കൊണ്ട് വെള്ളമൊഴിച്ചു കൊടുക്കുക, കദമ് വരെ. ഇപ്പോ ഒരു പ്രാവശ്യത്തെ കുളിപ്പിക്കലായി. ഇനി ഇതുപോലെ 3 പ്രാവശ്യം ആവർത്തിക്കാം. 3 പ്രാവശ്യം സോപ്പ് തേച്ചോളണമെന്നില്ല. ചിലപ്പോ സോപ്പ് തേക്കാൻ ആവശ്യമായി വരും ചെയ്യും.
മനസ്സിലായോ? അപ്പൊ ചുരുക്കം ഏതൊരു 3 പ്രാവശ്യമെങ്കിലും ശരിക്കും വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി സോപ്പ് 3 പ്രാവശ്യം ഉപയോഗിക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതിന് പ്രശ്നമൊന്നുമില്ല. ചിലപ്പോൾ സോപ്പ് നമ്മൾ ഉപയോഗിക്കൽ അത്യാവശ്യമായിട്ട് വരികയും ചെയ്യും. കാരണം ഒരു പ്രാവശ്യമൊക്കെ വെള്ളം ഒഴിക്കുന്നതിന് ശേഷവും ചിലപ്പോൾ വയറ്റുന്ന വല്ലതൊക്കെ വരാം, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. എന്നിട്ട് മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് വെള്ളത്തിൽ നമ്മൾ സുഗന്ധം എന്തെങ്കിലും ഉപയോഗിക്കും. നമ്മൾ സാധാരണ നാട്ടിൽ എന്താ കർപ്പൂരം, അല്ലെ? കർപ്പൂരം ഉപയോഗിക്കും. പിന്നെ വെള്ളം തണുത്ത വെള്ളം കൊണ്ടാണ് മയ്യത്തിനെ കുളിപ്പിക്കേണ്ടത്. തണുത്ത വെള്ളം കൊണ്ട്. ചൂട് തീയ തൊട്ടതൊക്കെ മയ്യത്തിനെ തൊട്ട് അകറ്റാണ്. അത് മറവ് ചെയ്യുമ്പോൾ പോലും തീയ തൊട്ട ചൂളയിൽ ചുട്ടെടുത്ത ഇഷ്ടിക, ലബിനത്ത്, വിർഡീസ് ഇതൊന്നും ഉപയോഗിക്കല് നല്ലതല്ലല്ലോ. അതൊക്കെ തീയ തൊട്ടതൊക്കെ മയ്യത്തിനെ തൊട്ട് അകറ്റണം. തണുത്ത വെള്ളം കൊണ്ടാണ് മയ്യത്തിനെ കുളിപ്പിക്കേണ്ടത്. എന്നിട്ട് മയ്യത്തിനെ കുളി പൂർത്തിയായാൽ യുലയ്യിനു മഫാസിൽ, വീണ്ടും അവന്റെ കയ്യും കാലൊക്കെ കിടിപ്പുകളൊക്കെ ഒന്ന് അയവ് വരുത്തുക കുളിപ്പിക്കൽ പൂർത്തിയായാൽ. പിന്നെ എന്നിട്ട് ശരിക്കും ഒന്നാണ് തോർത്തി കൊടുക്കുക. വയുസന്നു എന്നാണ് ഇപ്പൊ മയ്യത്ത് കുളിപ്പിക്കുന്ന ഒരു രൂപം. മയ്യത്ത് കുളിപ്പിക്കണം. അപ്പോ ഒന്നുകൂടെ പറയാം. മയ്യത്തിനെ വുളൂ ചെയ്തു. ആദ്യം നമ്മൾ മയ്യത്തിനെ ഇരുത്തി മയ്യത്തിനെ ഉള്ളിലുള്ള വൃത്തികേടുകൾ പുറത്താകുന്ന രീതിയിൽ ഇടതുഭാഗത്ത് എന്റെ വയറിന്റെ മുകളിൽ തടവി കൊടുത്തിട്ട് പുറത്തു പോകണമെങ്കിൽ മയ്യത്തിനെ ഒരു അല്പം ചിരിക്കണം. വലതുഭാഗത്തിന് മേൽ കുറച്ചൊന്ന് ചിരിക്കണം. അപ്പോഴേ അടിഭാഗത്തു കൂടെ പുറത്തു പോകേണ്ടതൊക്കെ പുറത്തു പോവുള്ളൂ. മനസ്സിലായോ? അപ്പോ ആ രീതിയിൽ ഇരുത്തിയിട്ട് മയ്യത്തിന്റെ ഇടതുഭാഗത്ത് തടവി വൃത്തിയോടൊക്കെ പുറത്താക്കിയ ശേഷം അതൊക്കെ ശുദ്ധിയാക്കി വൃത്തിയാക്കുക. എന്നിട്ട് മയ്യത്തിനെ വുളൂ ചെയ്തു കൊടുക്കുക. പല്ല് തേച്ചു കൊടുക്കുക, വുളൂ ചെയ്തു കൊടുക്കുക, അല്ലെ? വുളൂ ചെയ്തു കൊടുക്കുക. എന്നിട്ട് ശരിക്ക് കിടത്തിയിട്ട് തലയില് ശരിക്കൊന്ന് വെള്ളമൊഴിക്കുക. 2 ഭാഗത്തും വലത് ഭാഗത്തിന്റെ ഇടത് ഭാഗത്തിന് മേലെ വെള്ളമൊഴിക്കുക. എന്നിട്ട് ശരിക്ക് സോപ്പിട്ട് കഴുകുക, സോപ്പ് കൊണ്ട് കഴുകുക. എന്നിട്ട് വീണ്ടും തല മുതൽ കാൽപാദം വരെ വെള്ളമൊഴിക്കുക. ഇത് 3 പ്രാവശ്യം ചെയ്യുക. ഇപ്പൊ കുളിപ്പിക്കൽ പൂർത്തിയായി. എന്നിട്ട് ശരിക്ക് ഒന്നുകൂടെ കയ്യും കാലത്തൊന്ന് ലൂസാക്കുക, അയവ് വരുത്തുക, ആദ്യം ചെയ്തതുപോലെ. എന്നിട്ട് ശരിക്കും ഒന്ന് തോർത്തി കൊടുക്കുക. ഇതോടുകൂടെ മയ്യത്തിനെ കുളിപ്പിക്കണ പണി കഴിഞ്ഞു. പിന്നെ ഇനി കഫൻ ചെയ്യലാണ് ബാക്കിയുണ്ടാവുക. ഇനി ഇവിടെ സുന്നത്തായ ചില കാര്യങ്ങള്. അമീനൻ ത്വാഹിറൻ, കുളിപ്പിക്കുന്ന ആള് അമീനായിരിക്കണം. ഏതെങ്കിലും വക്ക് പൊട്ടിയനൊപ്പം കുളിപ്പിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പണിയാവും. മനസ്സിലായോ? കുളിപ്പിക്കുന്ന ആളുകൾ അമീനായിരിക്കണം, വിശ്വസ്തനായിരിക്കണം. فإن رأى خيرا ذكره أو شرا كتمه إلا لمصلحة. മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകൾ മയ്യത്തിൽ എന്തെങ്കിലും നന്മകൾ അത് പറയണം, ആളുകളോട് പറയണം. മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് നന്മകൾ കണ്ടാൽ ഉണ്ടാവുമല്ലോ. മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് മീനിങ്ങളാണെങ്കിൽ പലതും ചിലപ്പോൾ കാണാം, പലതും അനുഭവപ്പെടാം. അപ്പോൾ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് വല്ല നന്മയും അവന്റെ ശരീരത്തിലോ മറ്റോ കണ്ടാൽ അത് ആളുകളോട് പറയാം. ഇനി വല്ല ഷെറും കണ്ടാലോ കതമഹു, അത് മറച്ചു വെക്കണം, പറയാൻ പാടില്ല, ആളുകളത് അറിയിക്കാൻ പാടില്ല. ഷെറ് പറയാൻ ബുദ്ധിമുട്ടുള്ള വല്ലതും കണ്ടാൽ, മയ്യത്തിന്റെ ശരീരത്തിലുള്ള വൈകൃതം, അല്ലേ, അതൊക്കെ അങ്ങനെയുള്ളത് കണ്ടാൽ അത് പറയാൻ പാടില്ല. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. എന്നാൽ മയ്യത്തിന്റെ ഇല്ലാലി മസ്ലഹത്തിന് വേണ്ടിയല്ലാതെ പറയാൻ പാടില്ല എന്നാ പറഞ്ഞു. അപ്പോൾ മസ്ലഹത്തിന് വേണ്ടി പറയാം. മസ്ലഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്?
മസ്ലഹത്ത് പൊതുസമൂഹത്തിന് ഇത് പറയൽ കൊണ്ട് അറിയൽ കൊണ്ട് എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അപ്പോൾ അത് പറയാമെന്നാണ്. എന്ത് നന്മ? ഈ മനുഷ്യൻ ആളുകളുടെ വലിയ സൂഫിയായി ജീവിച്ച ആളായിരിക്കും, അല്ലെ? ആളുകളുടെ വലിയ സൂഫിയായി ആലിമീങ്ങളെക്കാൾ വലിയ ആലിമൊക്കായി ജീവിച്ച ആളാവാം. ഒരുപാട് ആളുകളെ ഇയാൾ പഴപ്പിച്ചിട്ടുണ്ടാവാം. ഇയാളെ കണ്ട് പലരും പഴച്ചിട്ടുമുണ്ടാകാം. അങ്ങനെ ഒരു മനുഷ്യനാണ് എങ്കിൽ, അല്ലെങ്കിൽ മുബത്തദിയായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഫാസിഖായിരുന്നുവെങ്കിൽ, ഇയാൾ ജീവിച്ച വഴി ശരിയായിരുന്നില്ലെങ്കിൽ, ഇയാളെ കണ്ട് പലരും പഴച്ചു പോയിട്ടുണ്ട് എങ്കിൽ, ഇയാളുടെ മയ്യത്തിൽ വല്ല മോശത്തരവും കണ്ടാൽ അത് ആളുകളോട് പറയാവുന്നതാണ്. ഇത് ഇയാളെ കൊച്ചാക്കാനല്ല, ഇയാൾ ചെറുതാക്കാനല്ല, ആളുകളെ വലുതാക്കാനാണ്. അതാണ് മസ്ലഹത്ത്. മനസ്സിലായോ? ആളുകളെ നന്നാക്കാനാണ്. ഏതൊരു മനുഷ്യന്റെയും മരണത്തോടു കൂടെ ഹക്കും ബാത്തിലും തിരിച്ചറിയും. ഹക്കും ബാത്തിലും തിരിച്ചറിയും. ഈയടുത്ത് ഞാനൊരു സംസാരം കേട്ടു. ഒരു വഹാബി സുഹൃത്തിന്റെ സംസാരം കേട്ടു. ഒരു മുജാഹിദ് പ്രവർത്തകന്റെ സംസാരം. എന്താ സംസാരം എന്നറിയോ? എന്റെ ഉപ്പ ഒരു ഖത്തീബായിരുന്നു. എന്റെ ഉപ്പ പള്ളിയിലൊരു ഖത്തീബായിരുന്നു, സമസ്തക്കാരനായിരുന്നു, നിങ്ങളെ മൗലൂദും മാലയായിട്ട് നടക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ അയാളുടെ മകനായിട്ട് പോലും ഞാൻ ഖുർആനും സുന്നത്തും പഠിച്ച ശേഷമാണ് സമസ്ത വിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ചേർന്നതെന്ന് അവൻ പറയുന്നത്. അപ്പൊ ഒരു കേൾക്കുന്ന ആളൊരു ഭയങ്കര സംഭവം. എന്നിട്ട് അയാൾ പറയാണ്, പക്ഷേ എന്റെ ഉപ്പ അടുത്ത് മരിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്റെ ഉപ്പ മരിച്ച സമയത്ത് 4-5 പ്രാവശ്യം ഷഹാദത്ത് കലിമ ആവർത്തിച്ച് അടുത്തു നിൽക്കുന്ന ആളുകൾ പോലും കേൾക്കുന്ന രൂപത്തിൽ ചൊല്ലിയിട്ടാണ് മരിച്ചത്. അതുകൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട്. എന്നാലും ഒരാൾ കൂടെ അവിടെ തന്നെയാണ്. വാപ്പ സമസ്തയിലായിരുന്നു, പഴച്ച പാർട്ടിയിലായിരുന്നു, സുന്നിയായിരുന്നു, പഴച്ചു പോയ ആളായിരുന്നു. നിങ്ങളൊക്കെ പോലെ പഴച്ചു പോയവൻ തന്നെയാണ്. പക്ഷേ വാപ്പ പോലും പഴച്ച സമസ്തക്കാരനായ മുസ്ലിയാരായിട്ട് പോലും ഞാൻ പഠിച്ചിട്ടാണ് മുജാഹിദ് പ്രവർത്തകനായത്. പക്ഷെ എന്റെ വാപ്പ മരിച്ചപ്പോ ഷഹാദത്ത് ചൊല്ലിയത് കൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട്. എന്തായാലും ഇവൻ അന്തല്ല എന്നുള്ള ഉറപ്പായി. ഇവന്റെ വാപ്പ മരണസമയത്ത് ഷഹാദത്ത് ചൊല്ലിയെങ്കിൽ ആ വാപ്പ ജീവിച്ച വഴി ഹക്കാണെന്ന് മനസ്സിലായില്ലേ? പിന്നെ അവൻ മനസ്സിലാക്കിയ ഖുർആൻ സുന്നത്താണോ പിന്നെ തെളിവ്? ഒരു മനുഷ്യന്റെ മരണസമയം ആ മനുഷ്യന്റെ ഹക്കും ബാത്തിലും തിരിയും. അവൻ എവിടെയായിരുന്നു എന്ന് തിരിയും. അപ്പോൾ ആളുകളെ പഴപ്പിച്ചവനാണെങ്കിൽ, ആളുകൾ പഴച്ചു പോയിട്ടുള്ള ഒരാളാണ് എങ്കിൽ, മുബത്തദി ആണെങ്കിൽ, ഫാസിഖാണെങ്കിൽ, അല്ലെങ്കിൽ ആളുകളുടെ കള്ളം പറഞ്ഞ് കെട്ടിച്ചമച്ചുണ്ടാക്കി ആൾക്കൂട്ടത്തെ കൂട്ടിയവനാണെങ്കിൽ, അയാളെ വലിയ മഹാനായി വിശ്വസിച്ച ഒരു വിഭാഗമുണ്ടെങ്കിൽ, അയാൾ മരിച്ചത് വളരെ ഹൈറായ അവസ്ഥയിലല്ല. അയാൾ മരിച്ച സമയത്ത് ഇന്ന അയ്ബുകളുണ്ടായിരുന്നു, പോരായ്മകളുണ്ടായിരുന്നു എന്ന് ആളുകളെ അറിയിക്കാവുന്നതാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. അത് മസ്ലഹത്താണ്, ആളുകളെ നന്നാക്കാനാണ്. അല്ല, ഈ അടുത്ത കാലത്ത് ചിലർ മൂക്കേർ പൊട്ടിച്ച് ഇറങ്ങി ഓടുന്നുണ്ട് പല കാര്യത്തിലും. എന്തായാലും ഇത് നമ്മളല്ലാത്ത പലരും കേൾക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. അപ്പോ ഫിഖ്ഹ് മനസ്സിലാക്കിയാൽ, ഫുഖഹാവ് പറഞ്ഞത് മനസ്സിലാക്കിയാൽ അതിലൊന്നും ഒരു പ്രഷറും കൂടേണ്ട കാര്യമില്ല. അതൊക്കെ ചിലപ്പോൾ മസ്ലഹത്തിന്റെ ആവശ്യമാണെന്നാ പറഞ്ഞു. അതായത് മുബത്തദിയായ ഒരാൾ മരിച്ചാൽ അയാൾ ഇവിടെ നന്മയും കണ്ടാൽ പോലും അത് മറച്ചു വെക്കണം. ഫുഖഹായുടെ ഭാഷയാണ് ഈ പറഞ്ഞത്. കാരണം അയാളിൽ വല്ല നന്മയും കണ്ടിട്ട് ഇനി കണ്ടോന് നന്മയാണ് തോന്നിയതാണെങ്കിലും, അയാൾ നന്മ ഉണ്ടായതാണെങ്കിലും അത് ആളുകളോട് പറഞ്ഞാൽ ഇയാളെ മുത്തദിയാണെങ്കിൽ ആളുകൾ കഴിച്ചു പോകും. അതും മസ്ലഹത്താണ്. ഔ ശർറൻ ദക്കറഹു, വല്ല ഷെറും മുബത്തദിയായ ഒരാൾ മരിച്ചപ്പോ കണ്ടാൽ അതിന് ആളുകളോട് പറഞ്ഞു കൊടുക്കും വേണം. മനസ്സിലായോ? അതാണ് ഇതിലുള്ള മാറ്റം. അത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതാണ്. എന്തിനാണ്? ഇയാളോടുള്ള വ്യക്തിവിരോധം കൊണ്ടല്ല, ഈ മനുഷ്യനോടുള്ള വ്യക്തിവിരോധം കൊണ്ടല്ല, ഒരു പ്രശ്നമല്ല. എന്തിനാണ് ആളുകളോട് ഇത് പറയണമെന്ന് ഫുഖഹാ പറഞ്ഞത്? ലിതബ്ഈദിന്നാസി അൻ ബിദ്അതിഹി. ഇവൻ പഴച്ചുപോയ ആളാണ്, ഇവൻ ദുർമാർഗത്തിലായിരുന്നു, ഹക്കായ പ്രസ്ഥാനത്തിലായിരുന്നില്ല. അതുകൊണ്ട് ഇവന്റെ ഈ ബാത്തുലായ പ്രസ്ഥാനത്തെ തൊട്ട് ആളുകൾ അകന്നു നിൽക്കാൻ വേണ്ടി. മനസ്സിലായോ? അതാണ് മുസ്ലിം. അപ്പൊ പറയാം, അതിന് കുഴപ്പമില്ല.
അപ്പൊ മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകൾ നിയ്യത്ത് ചെയ്യാൻ നിർബന്ധമല്ല, സുന്നത്താണ്. എന്താ നിയ്യത്ത് ചെയ്യാ? ഈ മയ്യത്തിന്റെ കുളിയെ ഞാൻ വീട്ടുന്നു, അല്ലെങ്കിൽ ഈ മയ്യത്തിന്റെ മേലിലുള്ള നിസ്കാരത്തെ ഹലാലാക്കാൻ നിസ്കാരത്തെ ഞാൻ എന്ത് ചെയ്യുന്നു? ഹലാലാക്കുന്നു. ഹലാലാക്കാൻ വേണ്ടി കുളിപ്പിക്കുന്നു എന്ന് കരുതുന്നു. മനസ്സിലായോ? മയ്യത്തിന്റെ മേലുള്ള നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി കുളിപ്പിക്കുന്നു, അല്ലെങ്കിൽ മയ്യത്തിനെ കുളിപ്പിക്കുന്നു എന്നൊക്കെ കരുതാം. മയ്യത്തിന്റെ കുളിയെ ഞാൻ കൂട്ടുന്നു എന്ന് കരുതാം. പിന്നെ മയ്യത്തിനെ കുളിപ്പിക്കുന്നിടത്തേക്ക് എടുത്തു വെക്കുമ്പോൾ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ എന്ന് ചൊല്ല, പിന്നെ തസ്ബീഹ് ചൊല്ല. ഇതൊക്കെ സുന്നത്ത. വലാ യുക്റഹു ഗസ്ലുൽ മയ്യിത്തി ലിജുനുബിൻ വലാ ഹായിദൻ. അശുദ്ധിയുള്ള ആളുകൾക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുമോ? മയ്യത്ത് കുളിപ്പിക്കുന്നത് കൊണ്ട് ജനാപത്തുകാരനും ഹായിദും ആണെങ്കിൽ പോലും അവർ മയ്യത്ത് കുളിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. വലിയ അശുദ്ധിയുള്ള ആള് മയ്യത്ത് കുളിപ്പിച്ചു എന്നത് കൊണ്ട് കുഴപ്പമില്ല. മെൻസസുള്ള ഹൈദുള്ള സ്ത്രീകൾക്കും കുളിപ്പിക്കാവുന്നതാണ്. അതിനൊന്നും വിരോധമില്ല, കുഴപ്പമില്ല. ഇതൊക്കെയാണ് ഇതിൽ മനസ്സിലാക്കേണ്ട ചുരുങ്ങിയ വളരെ പ്രധാനപ്പെട്ട വിഷയം. ഇനി തക്ഫീനുൽ മയ്യിത്ത്, മയ്യത്തിനെ കഫൻ ചെയ്യൽ. മനസ്സിലായോ? മയ്യത്തിനെ കഫൻ ചെയ്യലും മയ്യത്തിന്റെ മേൽ നിസ്കരിക്കലും ഇതൊക്കെയാണ് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിആയ ഇൽമും ഈമാനും തഖ്വയും നമുക്ക് മഹലുകാർക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതും അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി കബൂൽ ചെയ്യട്ടെ. പല ആളുകളും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു അവരുടെ മുറാദുകൾക്ക് ഹാസിലായി കൊടുക്കട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു എല്ലാവരുടെയും ദൂരീകരിച്ച് സന്തോഷവും സലാമത്തും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ-റഹീമായ അൽ-മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും കബൂൽ ചെയ്യണേ അല്ലാഹ്. അപാകതകൾ വല്ലതുമുണ്ടെങ്കിൽ അഫ്വു ചെയ്യണേ അല്ലാഹ്. നാഫിആയ ഇൽമും ഈമാനും തഖ്വയും ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഉള്ള ഇൽമിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. നാഫിആക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, വിവരം കുറഞ്ഞവരാണ്, അമല് കുറഞ്ഞവരാണ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ പോരായ്മകൾ കൊണ്ട് ഞങ്ങളുടെ നിഅമത്തുകളെ എടുത്തു കളയല്ലേ അല്ലാഹ്. ഞങ്ങളുടെ നന്ദികേട് കൊണ്ട്, ഞങ്ങളുടെ ന്യൂനതകൾ കൊണ്ട് നീ തന്ന നിഅമത്തുകൾ എടുത്തു കളയരുത് അല്ലാഹ്. റഹ്മാനെ, ശാകിരീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. തവ്വാബീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മുതത്വഹിരീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അറിഞ്ഞും അറിയാതെയും ഞങ്ങളിൽ നിന്നോ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, ജേഷ്ഠാനുജന്മാർ, ഞങ്ങളോട് ദുആ വസിയത്ത് ചെയ്തവരിൽ നിന്നും വന്നുപോയ മുഴുവൻ അബദ്ധങ്ങളും നീ അഫ്വു ചെയ്യണേ അല്ലാഹ്. എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. നിന്റെ മഹ്വായ ഫضل കൊണ്ട് ഞങ്ങളെ നീ പരിശുദ്ധരാക്കണേ അല്ലാഹ്. ശാരീരികവും മാനസികവുമായി ഞങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങളും വിഷമങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. പരിഹരിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും അഹ്ലുകാരെയും നിന്റെ ഫضل കൊണ്ട് കാക്കണേ അല്ലാഹ്. റബ്ബേ, ഒരസുഖവുമില്ലാതെ സുഖസുന്ദരമായി ജീവിച്ചിരുന്ന, വളരെ ഉന്മേഷവാന്മാരായി ഓടി നടന്നിരുന്ന പലരും പെട്ടെന്ന് ഓരോ അസുഖങ്ങൾ പിടിപെട്ട് കിടപ്പിലാവുകയാണ്. റഹ്മാനായ റബ്ബേ, മാരകമായ രോഗങ്ങൾക്ക് പെട്ടെന്ന് അടിപ്പെടുകയും അടിമപ്പെടുകയും അതിന്റെ പേരിൽ ചികിത്സയ്ക്ക് വേണ്ടി മറ്റുള്ള ആളുകളോട് സഹായാഭ്യർത്ഥന നടത്തുകയും ആളുകളുടെ മുമ്പിൽ ദയാവായ്പിന് വേണ്ടി കാത്തു നിൽക്കേണ്ടിയും വന്നുപോയ ഒരുപാട് രോഗികളുണ്ട് അല്ലാഹ്. നിന്റെ ഫضل കൊണ്ട് അവർക്കൊക്കെ സലാമത്ത് നൽകണേ അല്ലാഹ്. പല ഞങ്ങളുടെ സുഹൃത്തുക്കളും
ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരും പലരും ചികിത്സക്ക് വകയില്ലാതെ മറ്റുള്ളവരോട് പണം ആവശ്യപ്പെട്ട് സഹായം ആവശ്യപ്പെട്ട് നടക്കുന്നവരുണ്ട്. നീ സലാമത്താക്കണേ അല്ലാഹ്. അതുപോലുള്ള ഗതികേട് ദുരവസ്ഥ പരീക്ഷണം ഞങ്ങൾക്കോ അഹ്ലുകാർക്കോ ഒരു കാലത്തും നൽകരുത് അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ക്യാൻസർ പോലുള്ള രോഗങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. നിന്റെ ഫضل കൊണ്ട് ഞങ്ങളിൽ ആരിലെങ്കിലും അത്തരം രോഗങ്ങളുടെ വല്ല അസറുമുണ്ടെങ്കിൽ നീ ശിഫയാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, സാമ്പത്തികമായ ഞങ്ങളുടെ ബാധ്യതകളും കടങ്ങളും തീർക്കണേ അല്ലാഹ്. കടത്തോടുകൂടെ ഞങ്ങളെയോ അഹ്ലുകാരെയോ മരിപ്പിക്കല്ലേ അല്ലാഹ്. മരിക്കൽ ഖൈറാകുന്നതിന്റെ മുമ്പ് റബ്ബേ, എല്ലാ കടപാടുകളും തീർക്കാനുള്ള സന്മനസ്സും തൗഫീഖും നീ നൽകണേ അല്ലാഹ്. അതിനുള്ള വഴികളെ ഞങ്ങൾക്ക് എളുപ്പമാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളും ആലിമീങ്ങളുമാക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളും ആലിമീങ്ങളുമായ മക്കളെ നിന്റെ ഔദാര്യമായി നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, രണ്ട് ലോകത്തും ഇസ്സത്തുള്ള ഖൈറുള്ള മക്കളാക്കണേ അല്ലാഹ്. ദീനിനും ഇൽമിനും ഖിദ്മത്ത് ചെയ്യുന്ന ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകുന്ന മക്കളാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ അമലുകൾക്ക് വലിയ പ്രതിഫലം നൽകി കബൂലാക്കണേ അല്ലാഹ്. റഹ്മാനെ, ഞങ്ങളുടെ അമലിന്റെ പോരായ്മ നീ പരിഹരിക്കണേ അല്ലാഹ്. അമലുകൾ പൊളിച്ചു കളയുന്ന കിബ്ർ, ഹസദ്, റിയാ, സുംഅത്ത്, ഉജ്ബ് പോലുള്ള മാനസിക വൈകൃതങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ ഹൃദയം നീ സംരക്ഷിക്കണേ അല്ലാഹ്. റഹ്മാനെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും വാർദ്ധക്യ സഹജമായ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. റബ്ബേ, അവരൊക്കെ ഞങ്ങളുടെ ബലമാണ്, ഞങ്ങളുടെ ശക്തിയാണ്. ദീർഘായുസ്സും സിഹ്ഹത്തും ആഫിയത്തും നൽകണേ അല്ലാഹ്. റഹ്മാനെ, ഞങ്ങളുടെ നേതാക്കൾക്ക് ആലിമീങ്ങൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. എല്ലാ കുതന്ത്രക്കാരുടെ കുതന്ത്രങ്ങളിൽ നിന്നും അവരെയും ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളെയും സ്ഥാപനങ്ങളെയും നീ കാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഞങ്ങളുടെ ഈ ക്ലാസും പ്രാർത്ഥനയ്ക്കും ആമീൻ പറയുകയും ക്ലാസുകൾ ശ്രവിക്കുകയും ചെയ്യുന്ന ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. റഹ്മാനെ, മുഴുവൻ ആളുകൾക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. മുഴുവൻ ആളുകളുടെയും മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. വിഷമങ്ങൾ നീ ദൂരീകരിക്കണേ അല്ലാഹ്. അധികവും പ്രവാസികളാണ് റഹ്മാനെ. മഈശത്ത് തേടി കടൽ കടന്നു വന്നവരാണ്. നിന്റെ മഹലായ ഫضل കൊണ്ട് ഇവിടെ ഞങ്ങളെ നീ ഒറ്റപ്പെടുത്തല്ല അല്ലാഹ്. രോഗികളാക്കല്ല അല്ലാഹ്. പരീക്ഷണം ഞങ്ങളെ നീ പരീക്ഷിക്കരുത് അല്ലാഹ്. താങ്ങാനാവാത്ത പരീക്ഷണങ്ങൾ നൽകരുത് അല്ലാഹ്. റഹ്മാനായ റബ്ബേ, മറ്റുള്ളവർക്ക് ഞങ്ങളെ നീ ഭാരമാക്കരുത് അല്ലാഹ്. മറ്റുള്ളവർക്ക് ഞങ്ങളെ നീ ഭാരമാക്കരുത് അല്ലാഹ്. ഞങ്ങളുടെ ജോലികളിലും കച്ചവടങ്ങളിലും നീ ബറക്കത്തും നിഅമത്തും നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാഹ്. റഹ്മാനെ, പല ആളുകളും ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരുടെയും മുറാദുകൾ നീ അറിയുന്നവനാണ്. ഹാസിലാക്കണേ അല്ലാഹ്. വിഷമങ്ങളെ നീ ദൂരീകരിക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും അവരെയും ഞങ്ങളെയും ഖൈറിന്റെയും സ്വലാഹിന്റെയും അഹ്ലുകാരാക്കണേ അല്ലാഹ്. ജീവിക്കൽ ഖൈറാകുന്നിടത്തോളം ദീനിനും ഇൽമിനും ഖിദ്മത്ത് ചെയ്യാനും നിന്റെ മഹലായ ഫضل കൊണ്ട് ഖൈറായ സമയത്ത് ഖൈറായ സ്ഥലത്ത് വെച്ച് ഖൈറായ രീതിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ആവർത്തിച്ചുച്ചരിച്ച് മരിക്കാനും ഞങ്ങൾക്കും അഹ്ലുകാർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. റഹ്മാനെ, ഞങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. നിന്റെ മഹലായ ഫضل കൊണ്ട് അവർക്ക് നീ മഗ്ഫിറത്ത് ചെയ്യണേ അല്ലാഹ്. അവരുടെ ഖബറുകളെ നീ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗീയ ഭവനമാക്കണേ അല്ലാഹ്. ജീവിതകാലത്ത് വന്നുപോയ മുഴുവൻ ന്യൂനതകളും നിന്റെ മഹദ് ഫضل കൊണ്ട് അഫ്വ ചെയ്യണേ അല്ലാഹ്. റഹ്മാനെ, അവരെയും ഞങ്ങളെയും ഹബീബായ മുത്തുനബിയോടൊന്നിച്ച്
സ്വർഗത്തിലെ ഏറ്റവും ഉന്നത പദവി അലങ്കരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وبفضل صلى الله على محمد صلى الله